എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രഭാഷകനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ഒ കെ സന്തോഷ് മാഷാണ്. മാഷ് മദ്രാസ് സർവകലാശാലയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. മാഷിനോട് നമ്മൾ ഏത് വിഷയത്തിലാണ്, മാഷിൻ്റെ ഗവേഷണ വിഷയം ആത്മകഥാ സാഹിത്യമാണ്. അപ്പോൾ ആത്മകഥാ സാഹിത്യത്തിൽ സംസാരിക്കാമെന്നാണ് ആദ്യമേ ചോദിച്ചത്. അപ്പോൾ സമകാല മലയാള നോവലും ഭാവുകത്വ സംവാദങ്ങളും എന്ന നിലയിൽ സമകാല നോവലുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു പരിചയപ്പെടുത്തൽ ചെയ്യാം എന്നാണ് മാഷ് സൂചിപ്പിച്ചത്. പുതിയ കാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു ജനുസായിട്ടാണ് നോവൽ സാഹിത്യം മാറിയിട്ടുള്ളത്. അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു നോവൽ എന്ന് പറയുന്നത് ഒരു ജി രവി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ്റെ ഒരു നോവലാണ്. മീത്തൽ എന്നാണ് നോവലിൻ്റെ പേര്. അദ്ദേഹം കോഴിക്കോട് പേരാമ്പ്ര, കുറ്റ്യാടി പേരാമ്പ്ര സ്വദേശിയാണ്. അപ്പോൾ ആ നോവലിനൊരു അവതാരിക എന്ന നിലയിലാണ് ആ നോവൽ വായിക്കുവാൻ ഇടയായത്. പ്രത്യേകിച്ചും പുതിയ കാലത്തിലെ നോവൽ വഴികൾ വളരെ വൈവിധ്യമുള്ളതും വളരെ ആകർഷകവുമായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സെമിനാർ പ്രോഗ്രാമിൽ നമ്മുടെ രാജശ്രീ ടീച്ചർ ഇവിടെ വന്നിരുന്നു. ഏറെ പരിചിതമായ, പ്രത്യേകിച്ച് നോവൽ സാഹിത്യം വളരെ പരിചിതമായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഇപ്പോൾ 2 വർഷം മുമ്പാന്ന് തോന്നുന്നു നമ്മുടെ ചരിത്ര വിഭാഗം, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എംഫിൽ ഉള്ള സമയത്താണ്. എംഫിൽ തീസിസ് പുതിയ കാലത്തെ നോവലുകളും ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പാരായണം എന്ന നിലയിലാണ്. അപ്പോൾ അന്നവർ ഞാൻ എഴുതിയൊരു നോവൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം ഞാനിങ്ങനെ സംശയം ചോദിച്ചു, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഈ ചരിത്ര പഠനത്തെ ഫിക്ഷൻ്റെ ചരിത്രത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അത് പുതിയ ചരിത്ര വായനയിൽ നോവലിൻ്റെ പ്രാധാന്യം എന്ന നിലയിലാണെന്ന് അതിൻ്റെ ഗൈഡ് പറയുകയും ചെയ്തിരുന്നു. നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവേഷകനായിട്ടുള്ള രാഹുൽ മണപ്പാടിനെ പോലുള്ള ആളുകൾ വളരെ ചർച്ച ചെയ്യപ്പെട്ട നോവൽ എഴുതിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. വേറെയും നോവലിസ്റ്റുകൾ ഉണ്ടാവാം, ചിലപ്പോൾ മറ്റ് തൂലിക നാമങ്ങളിലൊക്കെ ആകുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്തതുമാവാം. എന്തായാലും നോവൽ സാഹിത്യത്തെ സംബന്ധിച്ചിട്ട് നമ്മളോട് സന്തോഷ് മാഷ് സംസാരിക്കും. ഈ കൂടിയിരിക്കലിൽ നമ്മുടെ അധ്യാപകരും അതുപോലെ ഗവേഷകരും വിദ്യാർത്ഥി സുഹൃത്തുക്കളും എല്ലാം ഉണ്ട്. ഔദ്യോഗികമായിട്ടൊരു സ്വാഗതം ആശംസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷഹന മിസ്സിനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ മനോജ് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഔപചാരികമായി സ്വാഗതം പറയാമെന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത്. അതിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, നോവൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും വായിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹിത്യരൂപമാണ്. പുതിയ കാലഘട്ടത്തിനകത്ത് വലിയ തരത്തിലുള്ള സെൻസിബിലിറ്റി ചേഞ്ചസ് വരുത്തുന്ന ഒരു സാഹിത്യരൂപം കൂടി എന്നുള്ള രീതിയിൽ നോവലിന് വളരെ പ്രാധാന്യമുണ്ട്. ജനപ്രിയ സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് വേർതിരിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്ന ഒരു മേഖലയെ ഇത് സാഹിത്യം പോപ്പുലർ ആവുകയാണോ അതോ പോപ്പുലർ സാഹിത്യമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിക്കകത്തേക്കുള്ള വലിയ തരത്തിലുള്ള സെൻസിബിലിറ്റി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇന്ന് നോവലിൻ്റേത് എന്നുള്ളതാണ്. അതിപ്പോൾ രാജശ്രീ ടീച്ചറുടെ പുതിയ നോവൽ വരുന്നുണ്ട്, എസ് ഹരീഷിൻ്റെ നോവൽ വരുന്നുണ്ട്. പല സമയത്തും നോവൽ തന്നെ സിനിമാറ്റിക്കായി പോകുന്നു, സിനിമാറ്റിക് ആകുന്നു. സിനിമകളുടെ തിരക്കഥയും സിനിമകളുടെ വിഷ്വൽ ലാംഗ്വേജുമായിട്ടൊക്കെ തന്നെ നോവൽ അടുത്ത് നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ പല നോവലിസ്റ്റുകളും നമുക്ക് ഇന്ന് സിനിമാ പ്രവർത്തകരും കൂടിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ നോവലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഖ്യാന രൂപങ്ങൾ അതിനകത്തേക്ക് കടന്നു വരികയും നിരവധിയായ പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും
സമകാല നോവൽ എന്ന് പറയുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള, അതോടൊപ്പം തന്നെ വളരെയേറെ അക്കാഡമിക്കലി ശ്രദ്ധിക്കേണ്ടുന്ന ഭാവുകത്വ വ്യതിയാനങ്ങളുള്ളൊരിടം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അത്തരത്തിലേക്കുള്ള വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പ്രഭാഷണത്തിനകത്താണ് നമ്മളിന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രഭാഷണത്തിന് നമുക്കിവിടെ എത്തിച്ചേർന്നത് മദ്രാസ് സർവകലാശാലയിലെ മലയാള വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ OK സന്തോഷാണ്. സന്തോഷ് മാഷെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പ്രഭാഷണം ഇവിടെ കേൾക്കാൻ വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതൊരു വളരെ നല്ല ചർച്ചയ്ക്കുള്ള വേദിയാകട്ടെ എന്നുള്ള ഒരാശംസയും കൂടെ വെച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മനോജ് മാഷെ ക്ഷണിക്കുന്നു. നമുക്കിടയിലെ ഒരു നോവലിസ്റ്റിനെ ഞാൻ ശരിക്കും ആ സമയത്ത് മറന്നുപോയി, അത് തെറ്റായിപ്പോയി. ശിവപ്രസാദ് മാഷാണ്. പക്ഷേ 2 നോവലുകൾ വളരെ, മാഷിൻ്റെ 2ാമത്തെ നോവലിൽ ഞാനൊരു പഠനക്കുറിപ്പ് എഴുതിയതാണ്, എന്നിട്ടും മറന്നുപോയി. അപ്പോൾ നമ്മുടെ 2 നോവലിസ്റ്റ് നമ്മളിപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനിയും നോവലിസ്റ്റുകൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ സന്തോഷ് മാഷെ ക്ഷണിക്കും. പ്രിയപ്പെട്ട വകുപ്പ് അധ്യക്ഷനും സുഹൃത്തുമായ ഡോക്ടർ MP മനോജ്, RVM മാഷ്, മറ്റ് സുഹൃത്തുക്കളായ അധ്യാപകർ, ചില പരിചിതരായ ഗവേഷകർ, തീർച്ചയായിട്ടും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വീണ്ടും ഒരിക്കൽ കൂടി വരാനും വളരെ പരിചിതമായ ആളുകളുമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കുവാനും അതോടൊപ്പം തന്നെ സമകാലിക നോവലുകളെക്കുറിച്ച്, മലയാളത്തിലെ നോവലുകളെക്കുറിച്ച് ചില ആലോചനകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാളത്തിൽ ഇന്ന് ഏറ്റവും അധികം സജീവമായിട്ടുള്ള, ഏറ്റവും അധികം വായനക്കാരുള്ള, അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ആളുകൾ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാഹിത്യ രൂപമാണ് നോവൽ. വകുപ്പ് അധ്യക്ഷൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എണ്ണപ്പെട്ട ചില നോവലിസ്റ്റുകളുണ്ട് എന്ന് എനിക്കറിയാം. ജാഗ പോലുള്ള നോവലുകൾ, ഓർമ്മച്ചാവ്, ഉടൽമുൻപ് ഞാൻ വായിച്ചിട്ടില്ല, ഓർമ്മച്ചാവ് വായിച്ചിട്ടുണ്ട് ഡോക്ടർ ശിവപ്രസാദിൻ്റെ. അതോടൊപ്പം തന്നെ മറ്റു പല ആളുകളുടെയും നോവലുകൾ ഒക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതോടൊപ്പം തന്നെ ഈ സമീപകാലത്ത് ചില അവാർഡുകൾ നിർണയിക്കപ്പെട്ടപ്പോൾ നോവലുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും നോവലിൻ്റെ ഗൗരവ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യുവാനായിട്ട് നമ്മുടെ വായനക്കാരും വിമർശകരും അതോടൊപ്പം തന്നെ സാംസ്കാരിക സംവാദങ്ങളിൽ ഇടപെടുന്നവരുമൊക്കെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. നോവൽ വാസ്തവത്തിൽ നിർവചനങ്ങൾക്ക് വിധേയമല്ലാത്ത, അല്ലെങ്കിൽ ഏതൊരു സന്ദർഭത്തിലും നിർവചനങ്ങളെ തന്നെ സ്വയം റദ്ദ് ചെയ്യുന്ന ഒരു സാഹിത്യ രൂപമായിട്ടാണ് ടെറി ഈഗിൾഡനെ പോലുള്ള വിമർശകർ സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ യുക്തിപൂർവമായി ഒരു റീസണബിളായിട്ടുള്ള ലെങ്തിൽ, ഒരു കാര്യകാരണ സഹിതമായിട്ടുള്ള ഒരു ലെങ്തിൽ, ഒരു ദൈർഘ്യത്തിൽ എഴുതപ്പെടുന്ന ഒരു ഗദ്യത്തെയാണ് അദ്ദേഹം നോവൽ എന്ന് നിർവചിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെ, അതേ പാരഗ്രാഫിൽ തന്നെ തൻ്റെ നിർവചനത്തെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് നോവൽ ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും ആകാം, ഏറ്റവും അധികം സാധ്യതകളുടെ ഒരു സാഹിത്യരൂപമായിട്ടും അദ്ദേഹം ആ ലേഖനത്തിൽ തന്നെ, ഇംഗ്ലീഷ് നോവലുകളെക്കുറിച്ചുള്ള ആമുഖ പഠനത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്ന ഗദ്യം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ആ നോവൽ വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഈഗ്ലൺ പറയുന്ന ദ ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്ന വിക്രം സേത്തിൻ്റെ പുസ്തകം, അത് പദ്യ രൂപത്തിൽ കൂടിയാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും
വളരെ പരിചിതമായ ഒരു പുസ്തകമാണ്, സമീപകാലത്ത് ഏറ്റവും വായിക്കപ്പെട്ട പുസ്തകമാണ് ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം. അതിൽ ഏറ്റവും ഒടുവിലൊരു പദ്യത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു ഗദ്യമാണ് പൂർണ്ണമെന്ന് നിർവചിക്കാൻ കഴിയാത്തതും എന്നാൽ സ്വയം നിർവചനങ്ങളെ അനുനിമിഷം റദ്ദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹിത്യ രൂപം എന്നുള്ള നിലയ്ക്കാണ് ഈഗിൾട്ടനെ പോലുള്ള വിമർശകർ നോവലിനെ സമീപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നോവലുകളെക്കുറിച്ച് വളരെ ഗൗരവമായി പഠിച്ച ഒരു വിമർശക, സാംസ്കാരിക പഠിതാവാണ് ഡോക്ടർ മീനാക്ഷി മുഖർജി. അവർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യ ഭാവനയെ യാഥാർത്ഥ്യത്തോട് ഏറ്റവും അധികം അടുപ്പിച്ച ഒരു സാഹിത്യരൂപം എന്ന നിലയ്ക്കാണ് അദ്ദേഹം മീനാക്ഷി മുഖർജി നോവലിനെ കാണുന്നത്. അതായത് ബംഗാളി നോവലുകളെയും ഇന്ദുലേഖ ഉൾപ്പെടെയുള്ള നോവലുകളെയും വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഈ മീനാക്ഷി മുഖർജി അത്തരമൊരു വിലയിരുത്തൽ നടത്തുന്നതെന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ പറയുന്നത്, പ്രത്യേകിച്ച് ബംഗാളി നോവലുകളും മലയാളത്തിലെ ഇന്ദുലേഖ ഉൾപ്പെടെയുള്ള നോവലുകളും താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നത്, ബംഗാളി നോവൽ അതിൻ്റെ ആഖ്യാനപരമായ പ്രദേശം അതിൻ്റെ ദേശീയതയ്ക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ പ്രാദേശികതയ്ക്കുള്ളിൽ തന്നെ ചുരുക്കി എഴുതിയപ്പോൾ, മറിച്ച് ഇന്ദുലേഖ പോലുള്ള മലയാളത്തിലെ ആദ്യകാല നോവലുകൾ അതിൻ്റെ ദേശാതിർത്തികൾ കടന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവത്തോടു കൂടി നോവൽ എഴുതിയെന്നുള്ളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതുവരേക്കും നമ്മൾ കാണാത്ത ചില നായക സങ്കല്പങ്ങൾ, പ്രത്യേകിച്ച് പാൻഡിട്ട, ഇംഗ്ലീഷ് ഭാഷ ധരിക്കുന്ന, നഗരങ്ങൾ സഞ്ചരിക്കുവാൻ, നഗരങ്ങളിലേക്ക് കുടിയേറുവാൻ ആഗ്രഹിക്കുന്ന, അതോടൊപ്പം തന്നെ തോക്കുപോലുള്ള ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന, ഇങ്ങനെ അതുവരെ കവിതയിലോ ഇതര നാടകങ്ങളിലോ ഒന്നും കാണാത്ത തരത്തിലുള്ള പുതിയൊരു നായക സങ്കല്പം, നായകനെ പ്രത്യേകിച്ച് ഇന്ദുലേഖ ഉൾപ്പെടെയുള്ള നോവലുകളിൽ അവതരിപ്പിക്കുന്നു എന്ന് മീനാക്ഷി മുഖർജിയുടെ പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ നോവൽ ഒരേ സമയം തന്നെ ആധുനികതയോടൊപ്പം തന്നെ ചലിക്കുകയും അതേസമയം തന്നെ എല്ലാ അർത്ഥത്തിലും ഓരോ നിമിഷവും പരീക്ഷണ സ്വഭാവത്തോടുകൂടി, അത് പ്രമേയപരമാകാം, രൂപപരമാകാം, അതിൻ്റെ ആഖ്യാനപരമായ സവിശേഷതകളാകാം, ആ അർത്ഥത്തിൽ വളരെ പരീക്ഷണ സ്വഭാവത്തോടു കൂടിയാണ് നമ്മുടെ നോവൽ സാഹിത്യം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും മലയാളത്തിൽ തന്നെ എടുത്തു പറയാവുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളിലൂടെ പോയിട്ട് സമകാലികമായ ചില നോവലുകളെ, ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് സത്യത്തിൽ സമീപകാലത്തിറങ്ങിയ എല്ലാ നോവലുകളും വായിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ല, മറിച്ച് വായിച്ചിട്ടുള്ള ചില നോവലുകളിൽ നിന്ന് തോന്നിയിട്ടുള്ള ചില ആശയങ്ങളാണ് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു നോവലാണ് സുനിൽ എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു നോവൽ, വിക്രമാദിത്യൻ. എത്ര പേരത് വായിച്ചിട്ടുണ്ട് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഈ എഴുത്തുകാരൻ തന്നെ ഈ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ആ നോവൽ കോപ്പികൾ വിതരണം ചെയ്തത് ഞാൻ ഓർക്കുന്നു. 2005-ലോ 2006-ലോ മറ്റോ ആണ് ആ പുസ്തകം പുറത്തിറങ്ങുന്നത്. ആ നോവലിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഈ PSCയുടെ ഈ OMR ടൈപ്പ് അല്ലെങ്കിൽ UPSC പോലുള്ള പരീക്ഷകളുടെ OMR ടൈപ്പ് പോലുള്ള ചില ക്വസ്റ്റ്യൻസാണ്. ഏതാണ്ട് 50ഓളം ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ വായനക്കാർക്ക് ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ആ നോവലിൻ്റെ എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ പതിപ്പുകൾ മാത്രമേ മലയാളത്തിൽ വന്നിട്ടുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രസാധകരല്ല, അവർ തന്നെയാണ് അത് പബ്ലിഷ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 2005-ലൊക്കെ ആ നോവലിൻ്റെ ഒരു ആഖ്യാനം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പരീക്ഷണ മാതൃകയായിട്ട് തോന്നി. കാരണം ആ തരത്തിലുള്ള വളരെ പരീക്ഷണ സ്വഭാവമുള്ള നോവലുകൾ അക്കാലത്ത് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. മറ്റൊന്ന്, ഇന്ന് ഏറെക്കുറെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള ദേവദാസ് VM-ൻ്റെ ആദ്യത്തെ നോവൽ ഡിൽഡോ 6 മരണങ്ങളുടെ പൾപ്പ് ഫിക്ഷൻ പാഠപുസ്തകം, എനിക്ക് 2010-ലാണ് ആ പുസ്തകം ഇറങ്ങിയത്. അതിൻ്റെ ഏറെക്കുറെ ഈ സുനിലിൻ്റെ വിക്രമാദിത്യൻ എന്ന് പറയുന്ന നോവലിൻ്റെ ആഖ്യാനത്തോട് ഏറെക്കുറെ സമാനമെന്ന നിലയ്ക്കാണ് ഈ ദേവദാസിൻ്റെ ആദ്യത്തെ നോവലിൻ്റെ ഒരു നരേഷൻ പോകുന്നത്. അതും ഏതാണ്ട് 6ഓളം മനുഷ്യരുടെ ജീവിതം അവർ സ്വയം പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു ആഖ്യാനപരമായ പുതുമ എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിൻ്റെ അവസാനം
ആ ചാപ്റ്ററിൻ്റെ നമ്മൾ വായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ ഏതൊക്കെ തരത്തിൽ മനസ്സിലാക്കി എന്നറിയാനായിട്ട് ഒരു ചെറിയ പരീക്ഷ ആ നോവലിൻ്റെ ഒടുക്കം കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും പതിപ്പുകൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ പതിപ്പുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ ചാപ്റ്ററിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാവോയിസ്റ്റ് പ്രാധാന്യമുള്ള ഛത്തീസ്ഗഡ് പോലുള്ള സ്റ്റേറ്റുകളെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മാവോയിസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചിട്ട് ആ വായിച്ച ഒരു വായനയിൽ നിന്ന് നമ്മൾ എത്രത്തോളം അതിനെ ഉൾക്കൊണ്ടു, ആ നോവലിനെ ഉൾക്കൊണ്ടു എന്നറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷ ആ നോവലിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ തരകൻസ് ഗന്ധാവരി പോലുള്ള പുസ്തകങ്ങൾ ഏതാണ്ട് രൂപപരമായിട്ടും ഒരിക്കൽ ഒരു റിഫ്രഷർ കോഴ്സിൽ ഡോക്ടർ പി കെ രാജശേഖരൻ ആ നോവലിനെ കുറിച്ച് വളരെ വിശദമായൊരു ക്ലാസ് എടുത്ത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ചാപ്റ്ററും അവിടെ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും വിതരണം ചെയ്തിട്ടാണ് അദ്ദേഹം ക്ലാസ് കണ്ടക്ട് ചെയ്തത്. കാരണം ഓരോ ചാപ്റ്ററും അതിൽ തന്നെ പൂർണ്ണമാണ്. മറ്റൊരു ചാപ്റ്ററിലേക്ക് പോകാതെ തന്നെ ഓരോ ചാപ്റ്ററിലും ഓരോ കഥയും പൂർണ്ണമാണെന്നുള്ള അർത്ഥത്തിൽ വളരെ കൃത്യമായ ഒരു പരീക്ഷണത്തോടു കൂടിയാണ്, പരീക്ഷണ സ്വഭാവത്തോടു കൂടിയാണ് ബെന്യാമിൻ ആ നോവൽ എഴുതിയത്. അതിൻ്റെ ആദ്യത്തെ പതിപ്പുകൾ എനിക്ക് തോന്നുന്നത് മലയാളികൾ വളരെയേറെ വിമർശിച്ചതാണ്. കാരണം ഏതാണ്ട് 1000-ഓളം രൂപയാണ് ഒരു പുസ്തകത്തിൻ്റെ വില. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ രാജശേഖരൻ പറഞ്ഞത്, അതിൻ്റെ ആദ്യത്തെ പതിപ്പ് മലയാളത്തിൽ പ്രിൻ്റ് ചെയ്തത് കേരളത്തിൽ അത്തരം സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഹൈദരാബാദിലോ മറ്റോ ഉള്ളൊരു പ്രസ്സിലാണ് അത് പ്രിൻ്റ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിൻ്റെ കോസ്റ്റ് അത് യുക്തിപരമാണെന്നൊക്കെ ഡോക്ടർ പി കെ രാജശേഖരൻ അന്ന് വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ തരത്തിൽ മലയാളി ഈ ഈഗിൾഡൺ പറയുന്ന പോലെ തന്നെ ഓരോ നിമിഷവും പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ പുതിയ സാങ്കേതികമായിട്ടുള്ള അന്വേഷണങ്ങളുമൊക്കെ മലയാളത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹിത്യ രൂപം കൂടിയാണ് നോവൽ എന്ന് പറയുന്നതിൽ അതിശയോക്തിപരമല്ല. അത് വളരെ യുക്തിപരമായിട്ട് വളരെ കൃത്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് സമകാലികം എന്നുള്ള ഒരു ടെർമിനോളജി, ഒരു വാക്ക്, അത് ഏറെ അപകടം പിടിച്ചതാണ്. അല്ലെങ്കിൽ യുക്തിപരമായിട്ട് നമുക്ക് സമർത്ഥിക്കുവാനായിട്ട് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഏതാണ്ട് ഒരു 2010 ശേഷമുള്ള ചില നോവലുകൾ ഉദാഹരണമായിട്ട് പരിശോധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സംഭാഷണത്തിൽ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു 3 പോയിൻ്റ് പറയാം. അതിലൊന്ന്, പ്രാദേശികത എന്ന് പറയുന്നത് മുൻപത്തേക്കാൾ കുറച്ചുകൂടി ചരിത്രപരമെന്നോ അല്ലെ ജീവിത വൈവിധ്യങ്ങളെ ആവിഷ്കരിക്കുന്നതെന്നോ ഒന്നും പറയാവുന്ന രീതിയിൽ നമ്മുടെ നോവലുകളിലേക്ക് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ആഗോളമായ ദേശീയമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ വിശദീകരിക്കുവാനും അത്തരം മനുഷ്യ സന്ദർഭങ്ങളെക്കുറിച്ച് ആഖ്യാനം ചെയ്യുവാനുമായിട്ട് നമ്മുടെ നോവലുകൾ ശ്രമിക്കുന്നുണ്ട്. മറ്റൊന്ന് നമുക്കെല്ലാം അറിയാം, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പല പ്രത്യേകിച്ച് PG തരത്തിലുള്ള വിദ്യാർത്ഥികൾ പുതിയ വായനക്കാരാണ്. എനിക്ക് തോന്നുന്നത് എന്നെ ഈ അഖിൽ പി ധർമ്മജൻ, അതുപോലെ നിംന വിജയ് തുടങ്ങിയിട്ടുള്ള പല എഴുത്തുകാരും വായിക്കണമെന്ന് പറയുന്ന എൻ്റെ വിദ്യാർത്ഥികളാണ്. കാരണം അവർ വായിച്ചിട്ടാണ് ഈ പുസ്തകങ്ങൾ കൂടി വായിക്കണം എന്നുള്ളൊരു സജഷൻ വെക്കുന്നത്. അപ്പോൾ അവർ പറയുമ്പോൾ, കാരണം പുതിയ ഒരു ക്ലാസ് മുറിയുടെ ഒരു വൈബ്, അതിൻ്റെ ഒരു ഭാവുകത്വപരമായിട്ടുള്ളൊരു സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ഇത്തരം ഏറെക്കുറെ എന്താ പറയുക, ജനപ്രിയമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പുസ്തകങ്ങളിലൂടെയാണ്. അപ്പോൾ അതും കൂടി പരാമർശിച്ചുകൊണ്ട്, അതിൻ്റെ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത്തരം നോവലുകളെ കൂടി പരാമർശിച്ചുകൊണ്ട് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ പ്രാദേശികത എന്ന് പറയുന്നത്, നമുക്കറിയാം പ്രാദേശികത നോവലിൽ പുതിയ കാര്യമൊന്നുമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തകഴിയുടെ പല നോവലുകളും കുട്ടനാടിൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ടതാണ്. UV ഖാദറിൻ്റെ പല നോവലുകളും തൃക്കോട്ടൂർ പോലുള്ള പ്രദേശത്തെക്കുറിച്ചും മറ്റും എഴുതപ്പെട്ട നോവലുകളാണ്. അതുകൊണ്ട് പ്രാദേശികത നോവലിൽ പുതിയൊരു വിഷയമല്ലെങ്കിൽ പോലും പുതിയ കാലത്ത് നമ്മുടെ ന്യൂജൻ സിനിമകളിലൊക്കെ കാണുന്ന തരത്തിൽ ചില സവിശേഷമായ പ്രദേശങ്ങളും ആ പ്രദേശത്തെ ജീവിത വൈവിധ്യങ്ങളെയും ഒക്കെ വളരെ സവിശേഷമായിട്ട് രേഖപ്പെടുത്തുവാനായിട്ട് നമ്മുടെ നോവലുകൾ ശ്രമിക്കുന്നുണ്ട്.
ഇപ്പോൾ സിനിമയിലാണ് അത് ഏറ്റവും അധികം വിസിബിൾ. ഞാൻ സിനിമയെക്കുറിച്ച് പറയുന്നില്ല, കാരണം സിനിമയെക്കുറിച്ചൊക്കെ വളരെ പഠിക്കുന്ന RV മാഷിനെ പോലുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഏറ്റവും അധികം വൈവിധ്യമാർന്ന പ്രാദേശിക സ്വഭാവം നമ്മുടെ സിനിമയിൽ എങ്ങനെയാണോ ആവിഷ്കരിക്കപ്പെടുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെ ചില രീതിയിൽ പ്രാദേശിക സ്വഭാവം നമ്മുടെ നോവലുകളിൽ വരുന്നുണ്ട്. ഒരേ സമയം തന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാമൂഹിക ഘടന, ഒരേ സമയം ഇന്ന് ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെ കേരളത്തിന് പുറത്തേക്ക് ആളുകൾ പോകുവാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാകാം, തൊഴിലിന് വേണ്ടിയാകാം, ഈവൻ ജീവിക്കുവാൻ വേണ്ടി പോലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഗൾഫ് നാടുകളിലേക്കുമൊക്കെ കുടിയേറുന്ന ഒരു സമൂഹമായിട്ടും മലയാളി മാറുന്നുണ്ട്. ഈ ഒരു വൈരുദ്ധ്യത്തെ വാസ്തവത്തിൽ നമ്മുടെ മലയാളത്തിലെ നോവലുകൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ MP മനോജ് പറഞ്ഞ പോലെ തന്നെ G രവിയുടെ ചില നോവലുകൾ, ഒരുപക്ഷെ ഞാൻ പറയുന്ന ഈ നോവലിസ്റ്റുകളൊക്കെ നമുക്ക് വലിയ പരിചയമുള്ളവരാകണമെന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പ്രസാധകരിലൂടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും പതിപ്പുകളായിട്ട് ഇറക്കിയ ആളുകളാകണമെന്നില്ല. അല്ലാത്ത ചില ആളുകളെക്കുറിച്ചാണ് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് G രവിയുടെ ചില നോവലുകളാണ്. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്ന കോഴിക്കോടാണ്, അദ്ദേഹം പേരാമ്പ്ര സ്വദേശിയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്ത് വളരെ സജീവമായിട്ട് നോവൽ രചനയിൽ ഏർപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ 3 നോവലുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2 നോവലുകളെ പുറത്തു വന്നിട്ടുള്ളൂ, ഒരു നോവൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്ന് കണ്ടൻകുന്ന് മുത്തപ്പൻ, മറ്റൊന്ന് മീത്തല. ഇനി പുറത്തു വരാനുള്ളൊരു നോവൽ കൂത്താളി ദേശം എന്ന് പറയുന്ന നോവലാണ്. ഈ 3 നോവലും അദ്ദേഹത്തിൻ്റെ പ്രദേശത്തെ, പ്രത്യേകിച്ച് കുറുമ്പനാട്, പേരാമ്പ്ര, വടകര, അതുപോലെ നമ്മുടെ TP രാജീവിൻ്റെ പ്രദേശമാണല്ലോ, പാലേരി പോലുള്ള പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഈ G രവിയുടെ നോവലുകളിൽ ചരിത്രമെന്ന് പറയുന്ന ഒരു പ്രത്യേക സന്ദർഭത്തെ, പ്രത്യേകിച്ചും കൊളോണിയൽ വിരുദ്ധ, ജന്മിത്ത വിരുദ്ധ സമരങ്ങളിൽ ഇടപെട്ടിരുന്ന മനുഷ്യരുടെ ജീവിത വൈവിധ്യങ്ങളെക്കുറിച്ചും അവരുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. പലപ്പോഴും കേരളത്തിലെ സമരചരിത്രം, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യധാര ആഖ്യാനങ്ങളിൽ, അത് നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ ആ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തോടോ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ സമരചരിത്രം, പ്രത്യേകിച്ച് കാർഷിക സമരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഈ സമരങ്ങളുടെ മുന്നണിയിൽ നിന്നവരിൽ നിന്ന് വ്യത്യസ്തമായി, ഈ സമരങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ സമരങ്ങളെ പ്രചോദിപ്പിച്ച മനുഷ്യർ ആരൊക്കെയായിരുന്നു, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരുടെ ജീവിതത്തിൻ്റെ അനിവാര്യതകൾ, പ്രത്യേകിച്ച് ഈ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് അവരെ നിർബന്ധിക്കുന്ന അനിവാര്യതകൾ എന്തൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള ചില ചരിത്രപരമായ ചോദ്യങ്ങളിൽ നിന്നാണ് G രവിയുടെ നോവലുകളുടെ ഒരു ആഖ്യാനം തുടങ്ങുന്നത്. അതിൽ മിത്തുകൾ കടന്നു വരുന്നുണ്ട്. സാധാരണ മനുഷ്യരുടെ അന്നത്തെ കാലത്തെ, പ്രത്യേകിച്ച് 1920കളിലെയും 30കളിലെയും ഒക്കെ ചരിത്രം കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിമിതിയായിട്ട്, വ്യക്തിപരമായിട്ട് ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്, ഈ ആഖ്യാനങ്ങളൊക്കെ തന്നെ ഈ വർത്തമാനകാലത്തെ ഏതെങ്കിലും തരത്തിൽ അഭിസംബോധന ചെയ്യുവാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കേറെ പരിചിതനായ അന്തരിച്ച ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ എരി ഉൾപ്പെടെയുള്ള നോവലുകളിൽ ഈ പറഞ്ഞ ചരിത്രമെന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ, അല്ലെങ്കിൽ വാമൊഴി ചരിത്രത്തെ, അത് രേഖീയ ചരിത്രവുമായി നടത്തുന്ന സംഘർഷങ്ങളിലൂടെ അതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും ഈ ഭൂതകാലത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന, അല്ലെ ഭൂതകാലത്തിൽ മാത്രം തങ്ങളുടെ സ്വത്വത്തെയും തങ്ങളുടെ സമര ജീവിതത്തെയും ഒക്കെ തിരിച്ചറിയുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഈ പറഞ്ഞ നോവലുകളിൽ പ്രത്യേകിച്ച് രേഖപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കാണുന്നത്.
അതിൽ തന്നെ ഈ വളരെ രസകരമാണ് ഈ ജി രവിയുടെ നോവലുകൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഭൂപ്രദേശത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വികസിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചില ആളുകളെങ്കിലും ആ നോവലുകൾ വായിച്ചിട്ടുണ്ടാവാം. എങ്ങനെയാണ് ഒരു ഭൂപ്രദേശത്തിൻ്റെ ഭൂ ഉടമ ബന്ധങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവിടെ എങ്ങനെയാണ് ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു വരുന്നത്. ഇപ്പോൾ മീത്തല എന്ന് പറയുന്ന നോവലിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകാനായിട്ടൊരു വഞ്ചി വരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഭൗതികമായിട്ടുള്ള വികാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പ്രാദേശികത എന്ന് പറയുന്ന പ്രാദേശികതയെ ഒരു നിശ്ചലമായ ഒരു ഭൂമിശാസ്ത്രപരമായ വ്യവസ്ഥയാക്കുകയല്ല, മറിച്ച് ആ പ്രാദേശികതയ്ക്കുള്ളിൽ തന്നെ ഭൗതികമായും സ്വത്വപരമായും സാമൂഹികമായും വികസിക്കുന്ന ചില സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ ഈ പറഞ്ഞ സമീപകാല നോവലുകളിൽ കാണാം. അതിൽ ഇപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് പരിചിതമായ ഒരു നോവലാണ് മീശ എന്ന് പറയുന്ന നോവൽ. ഇപ്പോൾ എസ് ഹരീഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട നോവലാണ്. ആ മീശയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. മീശയെക്കുറിച്ച് തന്നെ എഴുതപ്പെട്ട പഠനങ്ങൾ എഡിറ്റ് ചെയ്ത് തന്നെ ഒരു മലയാളത്തിലൊരു പുസ്തകം വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ മിക്ക ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് അപ്പർ കുട്ടനാട് എന്ന് പറയുന്ന ഭൂപ്രദേശത്തിൻ്റെ പാരിസ്ഥിതികവും ജൈവികവും സാമൂഹികവുമായിട്ടുള്ള സൂക്ഷ്മതകളിലേക്ക് ഹരീഷിൻ്റെ നോവൽ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങളാണ് പല ആളുകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചരിത്ര പശ്ചാത്തലങ്ങളും സാമൂഹിക പശ്ചാത്തലങ്ങളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുമൊക്കെ വാസ്തവത്തിൽ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം തകഴിയുടെയും മറ്റു നോവലുകൾ വായിക്കുമ്പോൾ ഒരു ബൃഹദാഖ്യാനം എന്ന രൂപത്തിലേക്ക് കടന്നു വരുമ്പോൾ പോലും അതിൻ്റെ സൂക്ഷ്മതകളിൽ ഈ പറഞ്ഞ പ്രകൃതിയും അവിടുത്തെ ഏറ്റവും സൂക്ഷ്മരായ മനുഷ്യരുമൊക്കെ ഏതൊക്കെ തരത്തിൽ അടയാളപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ വിമർശനാത്മകമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപൻ പാമ്പരിക്കുന്നിനെ തന്നെ ഞാൻ ഉദ്ധരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമുണ്ട്, അന്യാധീനപ്പെട്ട രണ്ടിടങ്ങഴി എന്ന് പറയുന്ന പഠനം. ഏതാണ്ട് 3-4 പേജുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഡിഗ്രിക്കോ മറ്റോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലേഖനം പഠിക്കാനുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് എങ്ങനെയാണ് അധികാരബന്ധങ്ങൾ, പ്രത്യേകിച്ച് ജന്മിത്വം എന്ന് പറയുന്ന ജന്മിത്ത വ്യവസ്ഥയിൽ ജന്മി മാത്രമാണ് അധികാരം കൈയാളുന്നതെന്നുള്ള പൊതുബോധത്തെ ജന്മിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജന്മിയുടെ കീഴിൽ പണിയെടുക്കുന്ന കുടിയാനും അധികാരബോധത്തിൽ അധിഷ്ഠിതമാണ് അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളിൽ തന്നെ ഒരു ജന്മി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള സൂക്ഷ്മമായ വിശകലനത്തിലേക്ക് ഈ പറഞ്ഞ അന്യാധീനപ്പെട്ട രണ്ടിടങ്ങഴി എന്ന് പറയുന്ന ചെറിയ ലേഖനമാണ്, 3-4 പേജ് മാത്രം വരുന്ന ലേഖനമാണ്. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ സാമൂഹിക ജീവിതത്തിൻ്റെ വളരെ സൂക്ഷ്മതകളിലേക്ക് പോവുകയും അതിനെ എങ്ങനെ ചരിത്രവുമായി ബന്ധിപ്പിക്കാം, അല്ലെങ്കിൽ മുഖ്യധാരാ ചരിത്രത്തിൻ്റെ വ്യവസ്ഥാപിതമായ പൊതുബോധത്തിൽ നിന്നും മാറിയിട്ട് എങ്ങനെ ഒരു സമാന്തരമായ ചരിത്രം, എങ്ങനെയാണ് ഒരു സൂക്ഷ്മമായ ചരിത്രം, എങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെ ഒരു ചരിത്രം, അതെങ്ങനെ ഭാവന ചെയ്യാം എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ജി രവിയുടെ നോവലുകളെ പരാമർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ടംകുന്ന് മുത്തപ്പൻ, മീത്തല പോലുള്ള നോവലുകൾ വായിക്കാത്ത ആളുകൾ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഭാഷാപരമായിട്ടുള്ള ഒരു ആർക്കൈവിലായിട്ടുള്ള ഒരു ലാംഗ്വേജ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ വായനക്കാർക്കൊരു കല്ലുകടി ഉണ്ടാക്കുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു റീഡബിലിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമെങ്കിലും അതിലുന്നയിക്കുന്ന ചില സവിശേഷമായ ഭൂപ്രദേശങ്ങളുടെയും സമൂഹത്തിൻ്റെയും അതിൻ്റെ ഭൗതികമായ വിനിമയങ്ങളുടെയും ഒക്കെ ചരിത്രമുണ്ട് എന്ന് സൂചിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് ആഗോളീയത എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ എം ഡിയെക്കുറിച്ച് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. എം ഡി വലിയ മഹത്തായ എഴുത്തുകാരനാണ്. പക്ഷേ എം ഡിയുടെ നോവലുകൾ വാസ്തവത്തിൽ കേരളത്തിന് പുറത്തേക്ക് എം ഡിയുടെ നോവലുകളിൽ പോയിട്ടുള്ള വളരെ അപൂർവം ഒരു നോവലേ മറ്റേ ഉള്ളൂ. അത് മഞ്ഞെന്ന് പറയുന്ന നോവലാണെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം തന്നെ നമ്മുടെ എം ഡിയുടെ പ്രാദേശികതയുമായി ബന്ധപ്പെട്ട്, എം ഡിയുടെ ദേശവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഏറനാടൻ സാമൂഹിക ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ എഴുത്തുകാരെ സംബന്ധിച്ച്, ഇന്നത്തെ എഴുത്തുകാർ മാത്രമല്ല കേട്ടോ, ഇന്നത്തെ സമൂഹം തന്നെ പുതിയ തരത്തിൽ ലോകത്തെ കാണുവാനും വീക്ഷിക്കുവാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. എനിക്കത് ഏറ്റവും പുതിയ തലമുറ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഏറ്റവും ആരാധ്യനായ ഗായകൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കാകെ അറിയാവുന്ന ഗായകൻ യേശുദാസും അല്ലെങ്കിൽ അതുപോലുള്ള മലയാളത്തിലെ ഗായകരാണ്. പക്ഷേ എൻ്റെ
മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂസിക് നോക്കുന്നത് അവർ പ്രാദേശികമായ കാര്യങ്ങൾ മാത്രമല്ല, അവർ ആഗോള ബാൻഡുകളെയും അതിലുള്ള പാട്ടുകാരെയും ഒക്കെയാണ് അവർ കേൾക്കുകയും ആസ്വദിക്കുകയുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ പുതിയ തലമുറ, പുതിയ സമൂഹം പുതിയ കാഴ്ചകളിലൂടെയും ദേശത്തിൻ്റെയും അതുപോലെ ദേശീയതയുടെയും അതിരുകളെ ഭേദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സാംസ്കാരിക ജീവിതവും കൂടി മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർണത നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് പഴയ മട്ടിലല്ല. ഇപ്പോൾ ഒരു നോവൽ എഴുതണമെങ്കിൽ വളരെ ഗവേഷണ സ്വഭാവത്തിലുള്ള നോവലുകളാണ് ഇന്ന് ആളുകൾ എഴുതുന്നത്. മുൻപാണ് തോന്നുന്നത് MDയുടെ ഒരു അഭിമുഖം വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം മാതൃഭൂമി വീക്കിലിയുടെ ഓഫീസിൽ നിന്ന് പോയിട്ട് റൂമിൽ ലോഡ്ജിൽ പോകുന്നു. ഏതാണ്ട് ഒരു ദിവസം എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്, 100-ൽ പരം പുറങ്ങൾ എഴുതുമായിരുന്നുവെന്ന്. അതിശയോക്തിപരമല്ല, അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ചും അദ്ദേഹം എഴുതിയതിൻ്റെ രീതിയെക്കുറിച്ചും വിമർശിക്കുകയല്ല, മറിച്ച് ഇന്നൊരു നോവൽ ഒരാൾ എഴുതുമ്പോൾ അതിൽ ഒരുപക്ഷെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ, അല്ലെ ഗവേഷക വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഗവേഷണം ചെയ്തുകൊണ്ടാണ് ഇന്ന് പലരും നോവലുകൾ എഴുതുന്നത്. അത് എഴുതുന്ന ദേശത്ത് പോയി സഞ്ചരിച്ചാവാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ TD രാമകൃഷ്ണനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആഫ്രിക്കയിൽ പോയിട്ട് വന്നതിൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞു. കാരണം മാമ ആഫ്രിക്ക പോലുള്ള ഒരു നോവൽ എഴുതാൻ വേണ്ടി അദ്ദേഹം ആഫ്രിക്കയിൽ സഞ്ചരിക്കുകയും അവിടെ ഇന്ത്യയിൽ നിന്ന് കുടിയേറപ്പെട്ട റെയിൽവേ തൊഴിലാളികളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. KR മീര തന്നെ ആരാച്ചാർ എഴുതിയപ്പോൾ അതിൻ്റെ ചില അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. പണമില്ലാഞ്ഞിട്ട് സ്വന്തം ആഭരണം പണയം വെച്ചും കൊൽക്കത്തയിലേക്ക് നിരന്തരമായി യാത്ര ചെയ്തിട്ടാണ് ആരാച്ചാർ പോലുള്ള ഒരു നോവൽ പൂർത്തിയാക്കിയതെന്ന് KR മീര പറയുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു ഓഫീസിൽ നിന്ന് ഒരു ലോഡ്ജ് മുറിയിലേക്ക് വളരെ സ്വാഭാവികമായി കടന്നു ചെന്നിട്ട് എഴുതുന്ന തരത്തിലേക്കല്ല ഇന്നത്തെ നോവലിൻ്റെ രചനാരീതികൾ മാറിയിട്ടുള്ളത്. വളരെ കണിശമായിട്ടുള്ള, ഇപ്പം എരി എന്ന നോവലിൻ്റെ ആമുഖത്തിൽ ഈ പ്രതിഭൻ മാഷിൻ്റെ തന്നെ വൈഫ് എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട്, അതിനകത്ത് ടോർച്ച് എന്ന് പറയുന്ന ഒരു ടോർച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ ടോർച്ചിനെ കുറിച്ച് എഴുതുമ്പോൾ പ്രതിഭൻ പാമ്പിരിക്കുന്ന ആ ടോർച്ചിനെ കുറിച്ചുള്ള വിശദമായ ചില കാര്യങ്ങൾ, എങ്ങനെയാണ് കേരളത്തിൽ ആദ്യം ടോർച്ച് വന്നത്, അതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഇങ്ങനെ ആ ടോർച്ച് എന്ന് പറയുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് തന്നെ വളരെ വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഒരു നോവലിൽ ടോർച്ച് എഴുതാനായിട്ടൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഇന്ന് തയ്യാറാകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഞാൻ പറയുന്ന ഒരു വസ്തുത പോലും തെറ്റാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ പുസ്തകങ്ങളോ എഴുത്തുകാരോ അല്ലെ എഴുതിയ വർഷമോ ഒക്കെ തെറ്റാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോണിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം സുതാര്യവും വിജ്ഞാനത്തെ കുറച്ചുകൂടി ഡീസെൻട്രലൈസ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നതുകൊണ്ട് വളരെ ഉദാസീനമായ രീതിയിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, വളരെ ശ്രദ്ധ വേണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സമീപകാലത്ത് വായിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ, ഈ ദേശീയത എന്ന് പറയുന്ന ഒരു സംഗതിയെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ദേശീയതയെക്കുറിച്ച് ഒട്ടേറെ സംവാദങ്ങൾ നടക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ദേശീയത പുറന്തള്ളുന്ന മനുഷ്യരെക്കുറിച്ച് വളരെ സവിശേഷമായ ചർച്ചകൾ നടക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ അർത്ഥത്തിൽ തപോമയിയുടെ അച്ഛൻ, നിങ്ങൾ പലരും വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കാം. കാരണം സന്തോഷ് കുമാറിൻ്റെ നോവലുകൾ വളരെ കൃത്യമായിട്ട് ആളുകളെ വായിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രചനാരീതി അദ്ദേഹത്തിൻ്റെ കൃതികൾക്കുണ്ട് എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. ആ അർത്ഥത്തിൽ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവൽ എങ്ങനെയാണ് ഒരു ദേശീയതയ്ക്കുള്ളിൽ തന്നെ പുറന്തള്ളപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച് ആ നോവലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് റോഹിംഗ്യൻ അഭയാർത്ഥികളാകാം, ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ അതിർത്തി കടന്നു വന്നവരെന്ന് വിചാരണ ചെയ്യപ്പെടുന്ന മനുഷ്യരാകാം. ഈ അർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ ഓരോ നിമിഷവും പൗരബോധത്തെയും
ഐഡൻറ്റിറ്റിയെയും സംഘർഷഭരിതമാക്കുന്ന ഒരു ആഖ്യാനം അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു രേഖപ്പെടുത്തൽ ഈ പറഞ്ഞ തപോമയുടെ അച്ഛനിലുണ്ട്. ഒരു പക്ഷേ പ്രമേയപരമായിട്ട് മാത്രമല്ല, അതിൻ്റെ ആഖ്യാനപരമായിട്ടും ചില സവിശേഷതകൾ ആ നോവലിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഗൂഢഭാഷയുടെ ചില ചർച്ചകൾ ആ പുസ്തകത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് തോന്നി. നമുക്ക് പലപ്പോഴും മലയാളത്തിൽ അത്ര പരിചിതമല്ല. എനിക്ക് തോന്നുന്നത് ചില ആളുകളൊക്കെ, പ്രത്യേകിച്ച് മലപ്പുറത്ത് എനിക്ക് തോന്നുന്നത് പ്രമോദ് ഇരുമ്പുഴി എന്ന് പറയുന്ന ആൾ ഗൂഢഭാഷയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ കെ ബാബുരാജ് എന്ന് പറയുന്ന ഭാഷയും വംശീയതയും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പറയ സമുദായത്തിൽ എങ്ങനെയാണ് ഗൂഢഭാഷ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, മറിച്ച് രേഖീയമായ ചില രേഖകളിലൂടെ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ തന്നെ വാമൊഴി രൂപത്തിലുള്ള ഗൂഢഭാഷകളെ അനാവരണം ചെയ്യുന്നെങ്കിൽ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിൽ രേഖീയമായ ചില ചിഹ്നങ്ങളെ, അതിൻ്റെ ഒരു എന്താ പറയുക, അതിനെ എങ്ങനെ ഏത് രീതിയിൽ അഴിച്ചെടുക്കാം, അതിനെ ഏത് രീതിയിൽ വായിച്ചെടുക്കാം എന്നുള്ള ഒരു ചർച്ച അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വായനയെ, നമ്മുടെ അതിലേക്കുള്ള ശ്രദ്ധയെ ആകർഷിക്കുന്നത് എങ്ങനെയാണ് ഒരു മൈഗ്രേഷൻ, ഒരു അതിർത്തി കടന്നുള്ള അല്ലെങ്കിൽ നിയമപരമോ നിയമവിധേയമല്ലാത്തതോ ആയിട്ടുള്ള മൈഗ്രേഷൻ എങ്ങനെയാണ് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ അവരുടെ സ്വാഭാവികമായ ജീവിതത്തെ, അതിൻ്റെ മനുഷ്യബന്ധങ്ങളെ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള വൈകാരികമായ വൈവിധ്യങ്ങളെ ഏതൊക്കെ തരത്തിൽ തകർത്ത് കളയുന്നു, ഏതൊക്കെ തരത്തിൽ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ് ഈ പറഞ്ഞ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവൽ. അത് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്. ആനന്ദിൻ്റെ പല നോവലുകളും അത്തരത്തിലുള്ള സ്വഭാവം മുൻപേ പറഞ്ഞിട്ടുണ്ട്. ആൾക്കൂട്ടം തൊട്ടുള്ള ഒട്ടുമിക്ക നോവലുകളും ഈ പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ ദേശീയതയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എഴുതപ്പെടുമ്പോൾ പുതിയ കാലത്ത് ഈ തരത്തിൽ ഒരു നോവൽ, അതിൻ്റെ അവസാനത്തെ കുറിപ്പിൽ സന്തോഷ് കുമാർ ആ നോവൽ എഴുതുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച്, അതിന് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ സഹായങ്ങൾ നൽകിയതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു മുറി അടച്ചിരുത്തിന്ന് വളരെ ഭാവനയിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഇമാജിനേഷനിൽ നിന്ന് മാത്രം എഴുതാവുന്ന ഒന്നല്ല, മറിച്ച് യാത്രകളും അന്വേഷണങ്ങളും ഗവേഷണങ്ങളും നിരന്തരമായിട്ടുള്ള ശ്രദ്ധയും ഒക്കെ ആവശ്യപ്പെടുന്ന ചില ഒരു ആഖ്യാന രൂപമായിട്ട് നോവൽ മാറുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഒരു സാർവദേശീയമായ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നിരവധി നോവലുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം ജുനൈദ് അബൂബക്കറിൻ്റെ പല നോവലുകൾ, അതുപോലെ KV പ്രവീണിൻ്റെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ KV പ്രവീൺ, അദ്ദേഹത്തിൻ്റെ ഡിജാൻലി എന്ന് പറയുന്ന നോവൽ, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം പോലുള്ള നോവൽ ഒക്കെ, പ്രത്യേകിച്ചും അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാവാം അത്തരത്തിലുള്ള ഒരു അമേരിക്കൻ ജീവിതത്തിൽ എങ്ങനെയാണ് വംശീയമായി അല്ലെങ്കിൽ അധികാര ബന്ധങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കറുത്ത മനുഷ്യർ എങ്ങനെ അടയാളപ്പെടുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒരു വംശീയ വിദ്വേഷങ്ങൾ രൂപപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേസ്റ്റിനെക്കുറിച്ച്, ഇലക്ട്രോണിക് വേസ്റ്റിനെക്കുറിച്ച്, അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വെല്ലുവിളികൾ, സമീപ ഭാവിയിലുണ്ടാകുന്ന പാരിസ്ഥിതികവും രാഷ്ട്രീയവുമായിട്ടുള്ള സാമ്പത്തികവുമായിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒരു നോവലായിട്ടാണ് ഡിജാൻലി പോലുള്ള നോവലുകൾ വരുന്നത്. അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ പ്രാദേശികമായ മനുഷ്യരുടെ ചുരുക്കെഴുത്തുകളായി നോവലുകൾ മാറുമ്പോൾ, മറ്റൊരു ഭാഗത്ത് സാർവദേശീയവും പാരിസ്ഥിതികവും ദേശീയവും പൗരത്വപരമായിട്ടുള്ള സംഘർഷങ്ങളെയും സങ്കീർണതകളെയും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒന്നായിട്ടും നമ്മുടെ നോവലുകൾ മാറുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരായിട്ടാണ് KV പ്രവീണിനെയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സന്തോഷ് കുമാറിൻ്റെ നോവലുകളെയും ഒക്കെ കാണുന്നത്. ഞാൻ സൂചിപ്പിച്ച എൻ്റെ വ്യക്തിപരമായ വായനയിൽ നിന്ന് മാത്രമാണ്. ഒരുപക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങളും നോട്ടങ്ങളുമൊക്കെ നമ്മുടെ നോവലുകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. അത്തരം വിപുലമായ വായനയിലേക്ക് പോകാനായിട്ടോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു പരിമിതി കൂടിയായിട്ട് ഞാൻ പറയുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ചില നോവലുകളെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാം. അതിൽ ഈ ഇൻസ്റ്റഗ്രാം തലമുറയൊക്കെ പറയുന്ന പോലെ ഒരു അമ്മാവൻ ബൈബോ
തന്തവൈഭവമൊക്കെ കടന്നു വരാനുള്ള സാധ്യത മുൻകൂട്ടി തന്നെ ഞാൻ പറയുകയാണ്. കാരണം പലപ്പോഴും ആനന്ദിനെയും വിജയനെയും ഒക്കെ വായിച്ചു വന്ന ഒരു തലമുറയ്ക്ക് അഖിൽ പി ധർമ്മജനും ബിനീഷ് പുതുപ്പടവും അല്ലെങ്കിൽ അതുപോലുള്ള പല എഴുത്തുകാരും എത്രത്തോളം ഡൈജസ്റ്റ് ആകും, ഇതൊരു തലമുറ മാറ്റത്തിൻ്റെയും കൂടി പ്രശ്നമുണ്ട്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കണം. ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, സിനിമയിലെല്ലാം ഓക്കെയാണ്, സിനിമ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, പുതിയ ന്യൂജൻ തലമുറയിലെ സിനിമകളൊക്കെ നമുക്ക് നന്നാകാം. പക്ഷേ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെയോ നമ്മളെയും തടഞ്ഞു നിർത്തുന്ന, അല്ലെ നമ്മുടെ തലമുറയെയും ഏതൊക്കെയോ തരത്തിൽ അത് മോശം ഇത് മികച്ചത് എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യത്തിലേക്ക്, ഒരു വിലയിരുത്തലുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട് എന്നുള്ളത് അത് ആത്മവിമർശനപരമായിട്ട് തന്നെ ഞാൻ അംഗീകരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത്തരം ചില മുൻധാരണകൾ ഈ പറഞ്ഞ സംഭാഷണങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ ഈ ജനപ്രിയതയുടെ ഘടകങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിനകത്ത് ഈ ജോൺ സ്റ്റോറിയെ പോലുള്ള ജനപ്രിയ സംസ്കാര പഠിതാക്കൾ പറയുന്ന ഒരു കാര്യം, അവൈലബിലിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഥകളി കേരളത്തിൽ എല്ലാ നഗരങ്ങളിലും ഒരു 4 ഷോ വെച്ചുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന കഥകളിയുടെ പ്രേക്ഷകരായിരിക്കില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അവൈലബിലിറ്റി ഇല്ല. കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം വളരെ ചുരുക്കം വേദികളിൽ, വളരെ ചുരുങ്ങിയ സദസ്സിൽ, വളരെ ശിക്ഷണപരതയുള്ള പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ട്രെയിൻ 8 മണിക്കാണെങ്കിൽ ഞാൻ 4 മണിക്ക് കോഴിക്കോട് ടൗണിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കൊരു ടിക്കറ്റ് എടുത്ത് എനിക്ക് ഒരു തിയേറ്ററിൽ കയറി അവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമ വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ പല ക്ലാസിക് കലാരൂപങ്ങളും അനുഷ്ഠാന കലാരൂപങ്ങളും അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് തോന്നുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും നമുക്ക് കാണാനോ ആസ്വദിക്കാനോ ഒന്നും കഴിയാറില്ല. അപ്പോൾ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരു കലാരൂപത്തിൻ്റെ ജനപ്രിയതയ്ക്കും അതിൻ്റെ ബഹുജനമായ വ്യാപനത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് സാംസ്കാരിക വിമർശകർ പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കോഴിക്കോട് DC ബുക്സിൻ്റെ ഷോറൂമിൽ പോകുമ്പോൾ കയറി ചെല്ലുന്ന ആ ഒരു റാക്കിൽ തന്നെ ഈ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു റാക്ക് കംപ്ലീറ്റ്, ഞാൻ ഈ ഒരു 3-4 മാസം മുമ്പാണ് പോയത്, ഇപ്പോൾ എനിക്കത് മാറിയെന്നറിയില്ല. കയറി ചെല്ലുന്ന ഒരു നമ്മൾ ചെല്ലുന്നു, ആ സമയത്ത് തന്നെ ഇത്ര നോവലുകളുടെ ഒരു എന്താ പറയുക ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ എന്നിട്ട് ചില നോൺ ഫിക്ഷൻ പുസ്തകങ്ങളാണ് കടക്കാരനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്നോട് ഉള്ളിലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ആരും കാണാത്ത ചില ഇടങ്ങളിൽ നിന്ന് അത്തരം ചില പുസ്തകങ്ങൾ, ഞാൻ ആവശ്യപ്പെട്ട ചില പുസ്തകങ്ങൾ ആ ഷോറൂമിലുള്ള ചെറുപ്പക്കാരൻ തന്നെ എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമായിരിക്കില്ല നമ്മളെ അവിടെ കാത്തിരിക്കുന്നത്, അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുസ്തകം ഏറ്റവും പിന്നാമ്പുറത്തേക്ക് പോകുന്നു. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യം, വളരെ സബ്ജക്റ്റീവായ കാര്യമാണ്. പക്ഷേ ഈ ഒരു അവൈലബിലിറ്റി ഏതു പ്രദേശത്ത് ചെന്നാലും, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഏതാണ്ട് ബുക്ക് സ്റ്റാളുകളൊക്കെ തന്നെ പലവിധ കാരണങ്ങളാൽ കുറച്ചൊക്കെ കൂട്ടിപ്പോയി. ഇപ്പോൾ ഉള്ള പല ബുക്ക് സ്റ്റാളുകളും ഈ പറഞ്ഞ എന്താ പറയുന്നത് മൾട്ടിപ്പർപ്പസ് ഷോറൂമുകളാണ്. ഒപ്പം ചായ കൊടുക്കാം, മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് അതിൻ്റെ ഒപ്പം മാസികയും പുസ്തകങ്ങളും ഒക്കെ കൊടുക്കാവുന്ന രീതിയിലാണ് പുതിയ ഗവൺമെൻറ് അതിനെ എന്താ പറയുക കൊടുക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എവിടെ പോയാലും ഈ പറഞ്ഞ എന്താ പറയുന്നത് പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഏത് ഷോറൂമിലും ഏത് സ്ഥലത്തും ഏത് സമയത്തും നിങ്ങൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവപ്പെട്ട ഒരു പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹിച്ച് സ്റ്റേഷനിൽ ഒരു ബുക്ക് സ്റ്റാളിലേക്ക് എന്നാൽ പോലും അത് കിട്ടാത്തതുകൊണ്ട് ഒരുപക്ഷെ ഈ പുസ്തകം വാങ്ങേണ്ട അല്ലെങ്കിൽ ഈ പുസ്തകത്തിലേക്ക് നിർബന്ധിതമായി കിടക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൈ പിടിച്ചാരും ബലം പ്രയോഗിച്ച് ഈ പുസ്തകങ്ങളൊന്നും വായിപ്പിച്ചു എന്നല്ല അർത്ഥം. മറിച്ച് ഇത് നമുക്ക് ലഭ്യമാണ്. വളരെ അവൈലബിലിറ്റി വളരെ 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 പ്രധാനമാണ്. ആ അർത്ഥത്തിൽ ഈ ജനപ്രിയമെന്നോ അല്ലെങ്കിൽ പുതിയ കാലത്തെ പുതിയ തലമുറ എഴുതുന്നെന്നോ നമ്മൾ പറയുന്ന ഈ നോവലുകളും ഇതൊരു ഏറ്റവും അവൈലബിലിറ്റിയുള്ളൊരു കമ്മോഡിറ്റി ആയിട്ട്, ഒരു ചരക്കായിട്ട്, ഒരു സംഗതിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ജനപ്രിയതയുടെ ഒരു വലിയ ഘടകമാണ്.
ഞാൻ ഈ ഇൻസ്റ്റയൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കാത്ത ആളാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിലും അതിൽ കാര്യമായിട്ട് കളികളൊന്നും നടത്താത്ത ആളാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു വൈബിനെ പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. എങ്കിൽ പോലും എൻ്റെ തന്നെ ചില ഗവേഷകരും PG വിദ്യാർത്ഥികളൊക്കെ പറയുന്നൊരു കാര്യം, പല എഴുത്തുകാരും, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, എഴുത്തുകാർ അവരുടെ പ്രൊമോഷന് വേണ്ടി ഏതറ്റം പോകുന്നതും വളരെ നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ വേണ്ടി ധാർമ്മികമായ ഏത് കാര്യങ്ങൾ ചെയ്താലും അത് ആണ് എന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, പുസ്തകങ്ങൾ വരുന്നു, അതിനെക്കുറിച്ചുള്ള 1 മിനിറ്റോ അര മിനിറ്റോ ഒക്കെ ഉള്ള റീൽസുകൾ ഇടുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു N. മോഹനൻ്റെ ഒരിക്കൽ എന്ന് പറയുന്ന പുസ്തകം ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ വായിച്ച പുസ്തകമാണ്. അന്ന് വായിച്ച് ഒട്ടേറെ സങ്കടമൊക്കെ വന്ന പുസ്തകമാണ്. പക്ഷേ അതിലൊരു 2ാം ജന്മം, ഒരു പുനർജന്മം ഈ അടുത്ത കാലത്തായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ പുസ്തകം വായിച്ചപ്പോഴാണ് ഈ മേഘമൽഹാർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആ സിനിമ കണ്ടപ്പോൾ ഈ നോവലിൻ്റെ ഒരു കോപ്പിയാണോ? അപ്പം മേഘമൽഹാറിൻ്റെ തിരക്കഥ ഇക്ബാൽ കുറ്റിപ്പുറമാണ്, ഇത് N. മോഹനാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഏറെക്കുറെ എന്നാലൊരു സമാനതയൊക്കെ ഈ പറഞ്ഞ കഥകൾ തമ്മിലുണ്ട് എന്ന് അക്കാലത്ത് ആലോചിച്ചിരുന്നു. അപ്പോൾ ആ തരത്തിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും പുതിയ സോഷ്യൽ സ്പേസുകൾ ഉപയോഗിച്ചുകൊണ്ടും ഈ പറഞ്ഞ പുതിയ എഴുത്തുകളെ ആളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബിനീഷ് പുതുപ്പടത്തിൻ്റെ നോവൽ ഏറെക്കുറെ ഞാൻ പകുതി വായിച്ചു വെച്ചു. അത് എൻ്റെ ഒരു കുഴപ്പമാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനത് കംപ്ലീറ്റ് വായിച്ചു. എന്നാണ്ട് ഒടുവിൽ വരെ വായിച്ച് ആ പാട്ടൊക്കെ കേട്ടിട്ടാണ്. അതിൻ്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാട്ട് കേൾക്കണമെങ്കിൽ, നമുക്ക് ആ കവിത കേൾക്കണമെങ്കിൽ അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കവിത കേൾക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ ടെക്നോളജി ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കാഴ്ച കാണാനും കാഴ്ചകളിലുമാണ് നമ്മുടെ താല്പര്യങ്ങൾ കൂടുതൽ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പോലും വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കാഴ്ചകൾ കാണുകയാണ്. അതുകൊണ്ടാണ് ഈ പല യൂട്യൂബേഴ്സും പുതിയ പുതിയ അറിവുകൾ തരുന്നു, അത് വൈറലാകുന്നു, ഇത്രയും ലൈക്കുകൾ കിട്ടുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവേഴ്സായിട്ട് അവർ മാറുന്നു. അപ്പം ആ തരത്തിൽ നമ്മുടെ ഒരു സാമൂഹിക ജീവിതം, നമ്മുടെ സാംസ്കാരിക ജീവിതം മാറുന്നു. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഹിറ്റുകൾ, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഏറ്റവും ഹിറ്റുണ്ടായ സിനിമയാണ് ചിത്രം എന്ന് പറയുന്ന സിനിമ, അല്ലേ? അത് ഇത്ര ദിവസം 100 ദിവസം തുടർച്ചയായിട്ട് കളിച്ചു. ഇപ്പം ഷോലെ എന്ന് പറയുന്ന സിനിമയുടെ 50ാം വർഷവും മറ്റുമാണ് ഇപ്പം. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബോക്സ് ഓഫീസിൽ ഹിറ്റായ, അതിൻ്റെ ഹിറ്റിനെ മറികടക്കാനായിട്ട് ഇതുവരെ മറ്റൊരു സിനിമയ്ക്കും പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ ഹിറ്റുകൾ വരുന്നു, പുതിയ എഴുത്തിൽ പുതിയ താരോദയം ഉണ്ടാകുന്നു. തന്നെയല്ല, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഉൾപ്പെടെ എഴുത്തുകാർക്ക് മാന്യമായ ഒരു പദവിയും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സാമൂഹിക ജീവിതം മാറുന്നു. എനിക്ക് തോന്നുന്ന ഓരോ പഞ്ചായത്തിലും ഇനി ഓരോ കുടുംബങ്ങളിൽ പോലും സാഹിത്യ ഫെസ്റ്റിവലുകൾ ഭാവിയിൽ നടക്കാനുള്ള സാധ്യതകൾ പോലും നമ്മൾ കാണുന്നുണ്ട്. ആ അർത്ഥത്തിൽ പൊതുജന ഫണ്ട് ഉപയോഗിച്ചും സ്വകാര്യ വ്യക്തികൾ പ്രൊമോട്ട് ചെയ്തും സ്വകാര്യ വ്യക്തികളും പബ്ലിക് പ്രൈവറ്റ് കൊളാബറേഷനിലൂടെയുമൊക്കെ സാഹിത്യ ഫെസ്റ്റിവലുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചലനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏറെക്കുറെ പരിചിതരായ ഒരുപാട് ചെറുപ്പക്കാരായ എഴുത്തുകാർ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു സ്വാഗതം പറഞ്ഞ ഷഹന ടീച്ചർ പറഞ്ഞ പോലെ ഒരു ദൃശ്യപരതയിലേക്ക് നമ്മുടെ നോവൽ സാഹിത്യം എത്തുന്നു. ഇപ്പോൾ ഈ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് ചെന്നൈയിലെ ആ സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അവിടുത്തെ ഗിണ്ടിയും ക്രോംപേട്ടും എന്താണ്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ ഒരു 11 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടൊരു ഒരു എന്താ പറയുക, ഒരു മെട്രോ നഗരം ഒരു നോവലിലൂടെ മാറുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അത്ഭുതകരം തന്നെയാണ്. ഞാൻ അതിശയോക്തിപരമായിട്ട് പറയുന്നതല്ല. ആ അർത്ഥത്തിൽ നോവലിന് കുറേ കാര്യങ്ങൾ പുതിയ തലമുറയിൽ ചലിപ്പിക്കുവാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ഒരു 3 പോയിൻ്റായിട്ട് സംഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രാദേശികതയും അതോടൊപ്പം തന്നെ സാർവദേശീയതയും അതോടൊപ്പം തന്നെ ജനപ്രിയതയും കൂടി ചേരുന്ന ഒന്നായിട്ടാണ് നോവലിനെ കാണുന്നത്. ഇതിനുള്ളിൽ വിസ്മരിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ പറയപ്പെടാതെ പോയ കുറേ എഴുത്തുകാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജിസ ജോസ്, അതുപോലെ ആത്രേയകം, അതുപോലെ കല്യാണി ദാക്ഷായണിയും എന്ന് പറയുന്ന ആർ രാജശ്രീ ടീച്ചർ,
അത് ഇങ്ങനെ കുറേയേറെ ആളുകൾ, അമലിനെ പോലുള്ള ആളുകൾ, ഇങ്ങനെ കുറേ ആളുകൾ എൻ്റെ ഈ പരാമർശങ്ങളിലോ എൻ്റെ ഈ പ്രഭാഷണത്തിലോ പരാമർശിക്കപ്പെട്ടില്ല. അത് മനഃപൂർവ്വമല്ല. അവരുടെ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട്, പ്രത്യേകിച്ച് ആത്രേയകം പോലുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ആദ്യത്തെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് അശു എന്ന് പറയുന്ന നോവലാണ്. ദേവദാസിൻ്റെ അശു എന്ന് പറയുന്ന നോവൽ. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തുള്ള ഒരു സിനിമയിൽ കാണുന്ന ഒരു വലിയ ട്രെൻഡാണെന്ത്, ഈ സൈക്കോ മൂവീസ്, ത്രില്ലർ മൂവീസ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവായിട്ടുള്ള സിനിമകൾ ഒക്കെ നമ്മളെ ഓരോ നിമിഷവും ഇങ്ങനെ പിടിച്ചിരുത്തും. കാരണം അടുത്തതെന്ത്, അതിൻ്റെ യഥാർത്ഥ ക്രൈം ചെയ്ത ആരാണ് എന്നൊക്കെയുള്ള ഒരു അന്വേഷണ വ്യഗ്രത, ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ഉണ്ടാക്കുന്നതോടുകൂടി ആ ഒരു കലാരൂപം ഏറെക്കുറെ വിജയിക്കുന്നു. അങ്ങനെ വളരെ രസകരമായ ഒരു സിനിമാറ്റിക് നോവലായിട്ടാണ് അശു എന്ന് പറയുന്ന നോവൽ. ഒറ്റ ഇരിപ്പിൽ വായിക്കാവുന്നതാണ്. ചില ആളുകളെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവാം. വളരെ ഒരു ത്രില്ലർ മൂവി മനസ്സിൽ കാണുന്ന പോലെ, ഒരു 2.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ടൊരു തിയേറ്ററിൽ നമ്മൾ സിനിമ കണ്ട് പൂർത്തിയാക്കുന്നത് പോലെ ഒരു 4 മണിക്കൂർ കൊണ്ട് ഏറെക്കുറെ ഒറ്റയിരിപ്പിൽ വായിക്കാവുന്ന, വളരെ വായനാക്ഷമമുള്ള, എന്നാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് തരുന്ന ഒരു പുസ്തകമായിട്ട് കൂടിയാണ് ഞാൻ ആ പുസ്തകത്തെ കാണുന്നത്. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു ആഖ്യാന രീതി നമ്മുടെ നോവലിൽ മാത്രമല്ല കഥയിലും അത് നിലനിൽക്കുന്നുണ്ട്. കവിതകളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല, കാരണം എപ്പോഴും രണ്ട് വിരുദ്ധ ചേരിയിൽ നിന്നില്ല. കാരണം ഈ ഫിക്ഷൻ റൈറ്റേഴ്സിനൊക്കെ വളരെ പ്രശസ്തിയും ആധികാരികതയും കൂടുതൽ അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്നു എന്നുള്ളൊരു പരാതി ഈ കവികളെ സംബന്ധിച്ചുണ്ട് കേരളത്തിൽ. അത് പലപ്പോഴും അവരത് പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അവരുടെ ആവിഷ്കാരവുമാണ്, അവരുടെ അവകാശവും കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അർത്ഥത്തിൽ നമ്മുടെ ചില നോവലുകളെ മാത്രം പരാമർശിച്ചുകൊണ്ട് ഈ നോവലിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് സൈബർ നോവലുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഡയസ്പോറ നോവലുകളുണ്ട്. ഇതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി തുടർ ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് സംസാരിക്കാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഡോക്ടർ ഓക്കെ സന്തോഷ് സംസാരിച്ചു തുടങ്ങിയപ്പം മൈക്ക് എല്ലാം സെറ്റായി. ഓക്കെ, അങ്ങനെയാണ് ചിലർ സംസാരിക്കുമ്പോൾ മൈക്ക് വഴിമാറും. നമ്മുടെ കുറച്ച് നേരം നമുക്കൊരു ചർച്ചയായിട്ട് കൊണ്ടുപോകാം. പിന്നെ ദിവാരൻ മാഷിനെ അതിന് വേണ്ടിയിട്ട് തുടക്കമിടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ മാത്രം ഞാനൊന്നും ആലോചിച്ചില്ല. സന്തോഷ് മാഷ് വളരെ ദീർഘകാലത്തെ സൗഹൃദമാണ് മാഷുമായിട്ട്. അപ്പോൾ മാഷ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് സംസാരിച്ചതിലുള്ളൊരു സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുന്നു. പക്ഷേ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്കിഷ്ടമായി. ഈ നമ്മുടെ ടി.ഡി. രാമകൃഷ്ണൻ്റെ ഇട്ടിക്കോരയെ പറ്റി വന്ന ഞാൻ എഴുതിയൊരു പഠനത്തിൻ്റെ തലക്കെട്ട് ഇട്ടിക്കോരയുടെ വിജ്ഞാനകോശ വരത ആയിരുന്നു. അതിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ സ്വഭാവം അത് അത്ര പുതിയ കാര്യമല്ല. ഇപ്പോൾ എം.ടിയുടെ ഉദാഹരണം പറഞ്ഞു. എം.ടിയുടെ അടിയൊഴുക്കുകൾ എന്നുള്ള തിരക്കഥ ഒരു രാത്രി കൊണ്ടാണ് മൂപ്പർ എഴുതുന്നത്. ഒറ്റ രാത്രി ഇരുന്നിട്ട് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ്, വലിയ ഹിറ്റ് സിനിമയായിരുന്നു, സൂപ്പർ സ്റ്റാർ പടമായിരുന്നു. ഒരു രാത്രി കൊണ്ട് എഴുതുന്നു. അങ്ങനെ ഒറ്റയിരിപ്പിന് എഴുതാം. ഇപ്പോൾ അനുഭവങ്ങളുടെ ഒരു വലിയൊരു ശേഖരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ഓർമ്മകളും കുറിപ്പുകളും അതൊക്കെ അവരുടെ പേഴ്സണൽ ഒരുതരം റെഫറൻസിലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പുസ്തകങ്ങൾ തന്നെ നോക്കണമെന്നില്ല. പുസ്തകം നോക്കിയിട്ട് പുസ്തകങ്ങളും ഇപ്പോഴാണെങ്കിൽ ഇൻ്റർനെറ്റും മറ്റ് അതിനെ വിക്കി ഒരു വിട്ടിക്കോര എന്ന് പറഞ്ഞിട്ട് ഒരു വിമർശനം ഉണ്ടായിരുന്നു അന്ന് മലയാളം വാരികയിലും മറ്റും. വിക്കി എന്ന് പറയുന്നത് വിക്കിപീഡിയയെ പറ്റി പറയുന്നതാണ്. മുഴുവൻ വിക്കിപീഡിയ എന്ന് പകർത്തുകയാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അങ്ങനെ വിക്കിപീഡിയ ഒരു മോശം കാര്യമായിട്ട് പറയല്ല. പെട്ടെന്ന് നമ്മുടെ സൗകര്യം ഫോണിൽ അവൈലബിൾ ആയതുകൊണ്ട് അതായിരിക്കും നല്ലത്, പുസ്തകങ്ങൾ നോക്കിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനേക്കാൾ. അങ്ങനെ വിജ്ഞാനം ഒന്നാലോചിച്ച് നോക്കിയാൽ നോവൽ അതിനു വേണ്ടിയാണോ? നമ്മൾ ഇന്ദുലേഖയെ പറ്റി തമാശ പറയലുണ്ട്. ഇന്ദുലേഖയുടെ 19-ാം അധ്യായം അത് 18-ാം അധ്യായം അത് അതിൻ്റെ കഥാഗതിയെ തടുക്കുന്ന ഒരു ശിലാഖണ്ഡം ആയിട്ട്
അന്ന് MP പോളൊക്കെ ആ കാലത്ത് പറഞ്ഞിരുന്നു. കഥയുടെ ഇടയ്ക്കൊരു വലിയൊരു ഒരു ചർച്ച കൊണ്ടിടുകയാണ്, ഒരു സംഭാഷണം എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ഇപ്പോഴാലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു സംഭാഷണം നമ്മൾ വായിപ്പിക്കാൻ വേണ്ടി അതിനപ്പുറം ഒരു കഥ കണക്ട് ചെയ്ത പോലെ ഇരിക്കും. പഴയ സിനിമാ പാട്ടുകളെ പറ്റി പറയുന്ന പോലെ അന്ന് സിനിമയുടെ ഒരു 3 മിനിറ്റ് മാത്രമായിരുന്നു ആ പാട്ടെങ്കിലും ഇന്ന് പഴയ പാട്ടുകൾ മാത്രമേ ഓർമ്മയുള്ളൂ. ആ പാട്ടിൻ്റെ അപ്പുറമുള്ള എന്തോ ഒരു കഥയായിട്ടാണ് ആ സിനിമ നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിൽ ഈ ചാപ്റ്റർ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ചന്തുമേനോൻ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞ പോലെ എന്താണ്, ബിലാത്തിയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് പുസ്തകങ്ങൾ വരുത്താൻ അന്ന് പഴയ കാലത്ത് കപ്പലിലേക്ക് ഇത് വരണം, കുറേ കാലം പിടിക്കും. അപ്പോൾ ചില പുസ്തകങ്ങൾക്കൊക്കെ ഓർഡർ കൊടുത്ത് അയച്ച് ലണ്ടനിൽ നിന്നൊക്കെ വരണം പുസ്തകം. ആ പുസ്തകങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തു, ഈ ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടി റെഫറൻസുകൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഏതാണ്ട് ആദ്യകാല നോവലുകൾ മുതൽ തന്നെ ഈ പരിപാടി തുടങ്ങുന്നു എന്നർത്ഥം. അത്തരം ഒരുപാട് റെഫറൻസുകൾ അതിനകത്ത് ഉൾച്ചേർക്കുന്ന അപ്പോൾ സ്വാഭാവികമായിട്ട് അത്ര റെഫറൻസുകൾ എന്ന് പറഞ്ഞാൽ ചരിത്രമാകാം അതിനകത്ത്, അല്ലെങ്കിൽ ചരിത്രത്തെ തന്നെ പ്രതിചരിത്രം നിർമ്മിക്കാൻ വേണ്ടി ചരിത്രത്തെ ആശ്രയിച്ചുകൊണ്ട് അതിനെ വളച്ചൊടിക്കണമെങ്കിൽ ഒരു സാധനം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചരിത്ര പുസ്തകങ്ങളെ ആശ്രയിക്കുന്നുണ്ടാവാം. പിന്നെ മറ്റെല്ലാ വിജ്ഞാനങ്ങളും അതിനകത്ത് മാത്സിലെ ചില തെളിയിക്കപ്പെടാത്ത ചില തീറങ്ങൾ, അത്തരം സാധനങ്ങൾ. പിന്നെ കെമിസ്ട്രി വെച്ചിട്ട് നമുക്ക് അത്തരം പരീക്ഷണ നോവലുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുതാവുന്നതാണ്. മലയാളത്തിലെ ആദ്യത്തെ കെമിസ്ട്രി നോവൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോവൽ ഉണ്ടാവാൻ കേട്ടോ, ഇന്നത്തെ നോവലുകൾ വന്നിട്ടുണ്ടാവാം. കുറ്റാന്വേഷണ നോവലുകളിലൊക്കെ കുറേ കെമിസ്ട്രി ഉള്ളതുകൊണ്ട് കെമിസ്ട്രി നോവൽ ഉണ്ടായിട്ടുണ്ടാവാം. ബോട്ടണി ആയിട്ട് ബന്ധപ്പെടുത്തിയൊരു നോവൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. പ്രാദേശികമാവുന്ന ചിലപ്പോൾ അങ്ങനെയും കൂടിയായിരിക്കും. ഞാൻ ജീവിച്ച വീടും പരിസരവും ഓർത്ത് അവിടുത്തെ സസ്യലതാദികൾ, ആ വൈവിധ്യത്തെ വളരെ കഥാപരമായിട്ട് നമുക്ക് ആഖ്യാനം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാവുന്നത്. അങ്ങനെ നോക്കിയാൽ വിജ്ഞാനം ഇതിന് അന്യമല്ല. എഴുതുന്ന രൂപം മാറുന്നു, രൂപവും ഭാവവും ഒക്കെ നോവലിൻ്റെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പം പഠിച്ചതിനെക്കുറിച്ചുള്ള നോവലിനെക്കുറിച്ചുള്ളൊരു സാധനം തുടങ്ങുന്നത് എങ്ങനെയാണ്, എന്തും കുത്തി നടക്കാവുന്ന ഒരു കീറച്ചാക്കാണ് നോവൽ എന്ന് പറഞ്ഞാണ് NP മുഹമ്മദ് ആയിട്ട് എഴുതിയൊരു ലേഖനത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ നോവൽ എഴുതുന്നു എന്ന് ചോദിച്ചാൽ നോവൽ ഇവിടെയൊക്കെ ഉണ്ട്. ആനയെ ശില്പി ഉണ്ടാക്കുന്നത് പോലെയാണെന്ന് പറയും. ആനയല്ലാത്തതെല്ലാം ആ കല്ലിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ മതി പറയും. എങ്ങനെയാണ് ആന ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ, ഒരു കല്ലെടുക്കുന്നു, ആനയെ അല്ലാത്ത ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ ചെത്തിക്കളയുന്നു, അപ്പോൾ ആന ബാക്കിയോ. അതുപോലെ നോവലല്ലാത്തതെല്ലാം ഒഴിവാക്കിയാൽ നോവൽ ബാക്കിയാവുന്നു. നോവലല്ലാത്തത് എന്ന് പറഞ്ഞൊരു സാധനമില്ല. എന്തും സുഖമായി വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന, അതൊരു ഒരർത്ഥത്തിൽ വളരെ വളരെ ആധുനികമായ ഒരു സാഹിത്യ രൂപമായിട്ട് നമുക്ക് കാണാം. ഏതിനെയും സംവഹിക്കാവുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ രൂപത്തിന് തന്നെ നിയതമായ രൂപമില്ല, ഏത് മട്ടിൽ വേണമെങ്കിലും ആവാം. അത് ഗ്രാഫിക് നോവലുകൾ പോലുള്ള രീതി നമുക്ക് കാണാം, ചിത്രകഥ പോലുള്ള ആ മട്ടിലുള്ള നോവലുകൾ, വെറും സൈദ്ധാന്തിക ആനന്ദൊക്കെ എഴുതുന്ന പോലെ വെറും സിദ്ധാന്ത ചർച്ച അല്ലെങ്കിൽ തത്വചിന്താപരമായ ചർച്ച മാത്രമായിട്ട് നോവൽ ഉണ്ടാവാൻ ചിലപ്പോൾ. അത്തരം എന്ത് എഴുതിയാലും അതും നോവലാകുന്ന അത്രയും ഒരു ഫ്രീഡം നോവലിനകത്ത് ഉണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ പുതിയ വായനാനുഭവങ്ങളും കാര്യങ്ങളും നോവലിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളൊക്കെ പങ്കുവെക്കാൻ ഞാൻ ഒന്ന് തുടക്കമിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരെയും പ്രതികരണത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നോവൽ, അതുപോലെ തിരക്കഥ, കവിത ഒക്കെ എഴുതുന്ന രാഹുൽ മണപ്പട്ടനെ പോലുള്ള ആളുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. പിന്നെ ചർച്ചയ്ക്ക് ഈ വിഷയത്തിൽ ഗൗരവമായി പഠിക്കുന്ന ഗവേഷകരുണ്ട്, വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല. നമുക്ക് കുറച്ച് നേരം സംശയമായിട്ടോ ചർച്ചയായിട്ടോ ഒക്കെ അല്പസമയം കൂടി ചെലവഴിക്കാം. എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ടല്ല എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയ ഒരു നോവലിലെ വേറൊരു പ്രത്യേകത, രവി എന്ന് പറയുന്നൊരു നോവലിസ്റ്റ്, അദ്ദേഹത്തിന് 4-5 നോവൽ പുസ്തകങ്ങളുണ്ട്. കാർട്ടൂൺ സ്വഭാവത്തിൽ ഒരുപക്ഷെ വളരെ പ്രാധാന്യമുള്ള ഒരു പരീക്ഷണം നടത്തിയ ആളാണ് രവി. അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ നോവലിൽ ഉപരിഷത്ത് എന്ന് പറഞ്ഞൊരു നോവൽ, അതിൽ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലായിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത്. അതുപോലെ ഈ സമകാലത്ത് നോവലും സിനിമയുമായിട്ട് നമ്മുടെ തന്നെ ഇവിടെ തന്നെ സെമിനാറിന് മുൻപ് വളരെ അടുത്ത് വന്ന നമ്മുടെ
GR ഇന്ദുഗോപൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല നോവലുകളും സജീവമായ സിനിമകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുതിയ കാലത്ത് ഈ നേരത്തെ സന്തോഷ് ഒക്കെ പറഞ്ഞതുപോലെ ഈ രചന എങ്ങനെയാണ് അതിൻ്റെ കാഴ്ച വളരെ പെട്ടെന്ന് തന്നെ ഇതര മാധ്യമങ്ങളിലേക്ക് പരിവർത്തനപ്പെടുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോൾ ഈ പൊന്മാൻ പോലുള്ള സിനിമ, അതുപോലെ പിന്നെ വരാൻ പോകുന്ന വിലായത്ത് ബുദ്ധ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ട നോവലുകളുമാണ്. അതുപോലെ തന്നെ വളരെ ജനപ്രിയ സ്വഭാവമുള്ള സിനിമകളായിട്ടത് മാറി തീരുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മുരളീധരൻ എന്ന് പറയുന്നൊരു പെയിൻറ്റർ, അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം വരച്ചുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ പത്മരാജൻ്റെ ഏത് കഥയായിരുന്നു, പത്മരാജൻ്റെ മറ്റേ ഇയാളുടെ തകര വരച്ചിട്ട് നോവൽ രൂപത്തിലേക്ക് ആവിഷ്കരിച്ചൊരു പരീക്ഷണം, വളരെ സജീവമായ ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ മലയാളത്തിൽ തന്നെ ഉണ്ടായ ഒരു പരീക്ഷണത്തിലൊന്നായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച ബെന്യാമിൻ്റെ തരകൻസിൻ്റെ പ്രത്യേകത, നമ്മൾ ഓരോ മതങ്ങളും ആപ്തവാക്യങ്ങൾ ചെറിയ ഷീറ്റുകളിൽ, ചെറിയ പേപ്പർ ഷീറ്റുകളിൽ സൂക്ഷിക്കുന്ന ഒരു രീതി പുലർത്തിപ്പോരുന്നു. ഇപ്പം ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ അതിൽ ഏതെങ്കിലും ഒരു ഷീറ്റ് എടുത്തിട്ട് അത് വായിക്കുന്നു. അതിനകത്ത് അവരുടെ മതത്തിൻ്റേതായ എന്തെങ്കിലും ഒരു ആപ്തവാക്യം അതിനുള്ളിൽ ഉണ്ടാവും. അത് പലതും പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും അവരെ അത് മുന്നോട്ട് നയിക്കുന്നു എന്ന നിലയിൽ പറയുന്ന ഒരു രൂപത്തിലാണ് ഓരോ പേപ്പറുകളുടെ ഓരോ കാർഡുകളായിട്ട് അത് വരുന്നത്. ഈ കാർഡുകൾ ഷഫിൾ ചെയ്യുന്നതനുസരിച്ച് നോവൽ പല തരത്തിൽ മാറുന്നു എന്നൊരു പരീക്ഷണമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ മലയാളി ആ ഒരു പരീക്ഷണത്തെ ആ അർത്ഥത്തിൽ കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. കാരണം ഞാൻ ഈ ബോക്സ് വാങ്ങിയതാണ്. ബോക്സ് ആദ്യം പറഞ്ഞ പോലെ തന്നെ 1000 ഉറുപ്പ്യ കൊടുത്ത് ഈ ബോക്സ് വാങ്ങിയതാണ്. പക്ഷേ പല അസൗകര്യങ്ങളാൽ ആ അർത്ഥത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ആദ്യത്തെ ഒരു 50 പേജൊക്കെ അതുപോലെ വായിച്ചെങ്കിലും അത് നമ്മുടെ ഒരു കൃതിയെ നമുക്ക് അതിൻ്റെ ഒരു ഫോം, ഒരു ടെക്സ്റ്റൽ അതിൻ്റെ ഒരു ഫോം, ആ ഫോം നമുക്ക് പ്രത്യേകിച്ച് ആധുനികമായ അവബോധം മാത്രമുള്ള എന്നെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എനിക്കൊന്ന് പൊതുവേ മലയാളികൾ ആ നോവലിനെ ആ രീതിയിൽ കാണാതിരിക്കുകയും ആ പരീക്ഷണം തന്നെ അവർക്ക് ഒഴിവാക്കേണ്ടി വന്നു. DC ബുക്സ് പിന്നീട് ഇതേ നോവൽ തന്നെ വ്യവസ്ഥാപിതമായ പുസ്തകത്തിൻ്റെ ചട്ടക്കൂടിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അത് വളരെ ഒരു പരീക്ഷണം, അതിൻ്റെ വായനയുടെ സാധ്യത തന്നെ പ്രസാധകർ തന്നെ അട്ടിമറിച്ച് കളഞ്ഞ ഒരു രീതിയായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അതൊരു 4-5 വർഷം അത് അങ്ങനെ മലയാളത്തിൽ ഇടണമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഈ വിപണിയുടെ ആഗ്രഹം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പുസ്തക രൂപത്തിൽ, അതായത് ഫോം മാറ്റാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അതങ്ങനെ തന്നെ മലയാളത്തിലെ ആ ബോക്സ് തന്നെ ലൈബ്രറികളിലോ അല്ലെങ്കിൽ വായിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വരികയും 4-5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഒരു പ്രൊഡക്ഷൻ, അതിലൂടെ വേറൊരു വായന സാധ്യത ഉണ്ടാകുമായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വായനകളുടെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഈ കാർഡ് വായിക്കുന്നത്, കാർഡ് മുഴുവൻ ഓരോ കാർഡാണല്ലോ, ചീട്ട് പോലെയാണല്ലോ. അപ്പം അത് ഓരോ വായനയുടെയും രീതി മാറുന്നത് കൊണ്ട് തന്നെ അത് മറ്റൊരു സാധ്യത തുറക്കുമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് പുസ്തകം വേണ്ടത്ര രീതിയിൽ വിറ്റുപോയില്ല എന്നുള്ള തരത്തിൽ അടുത്ത മാസം തന്നെ അത് വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയും അതോടുകൂടി ആ നോവലിൻ്റെ ഫോം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഒറ്റ വായനയുടെ ഒരു ഫോമിലേക്ക് എന്താണോ ഉദ്ദേശിച്ചത് അത് മുഴുവൻ അട്ടിമറിഞ്ഞ് പോകുന്ന തരത്തിലൊരു മലയാളത്തിലെ വേറൊരു നോവൽ പരീക്ഷണം, ആ പരീക്ഷണം വേണ്ട വിധത്തിൽ വിജയിച്ചില്ല എന്നും എനിക്ക്
തോന്നുന്നു. അതുപോലെ ഞാൻ അവസാനം ഇവിടെ എഴുതിയൊരു കുറിപ്പ് എന്ന നിലയിൽ നമ്മുടെ ഉടൽ മുനമ്പ് എന്ന നോവലാണ്, ശിവപ്രസാദ് പിയുടെ നോവലാണ് ഉടൽ മുനമ്പ്. അദ്ദേഹം നമ്മുടെ ഇടയിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ഞാനത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നു. ഈ നോവലിനെ ഈ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്തെ എങ്ങനെയാണ് ഒരു ആയാസപ്പെടാതെ ഒരു നോവൽ വായിച്ചു പോകാം എന്ന നിലയിൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജാഗ എന്നൊരു നോവൽ എഴുതിയ ശേഷം മറ്റൊരു നോവൽ എഴുതുകയും ആ നോവല് ഏതാണ്ട് ഒരു 8 വർഷമെങ്കിലുമായി അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ അത് തിരുത്താൻ വിചാരിച്ച് പെട്ടിയിലിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ സന്തോഷ് ഉൾപ്പെടെ ഒരു 5 പേർക്ക് ആ നോവലിൻ്റെ ഓരോ കോപ്പികൾ വായിക്കാൻ കൊടുത്തിരുന്നു. ഡോക്ടർ സന്തോഷ് നമ്മുടെ ബ്രണ്ണൻ കോളേജിലെ സന്തോഷ് മാനിച്ചേരി, ഡോക്ടർ OK സന്തോഷ്, അതുപോലെ ബെറ്റിമോൾ ജോസഫ്, അങ്ങനെ 5 പേർക്ക് അത് വായിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ അവർ 5 പേരും അത് വായിച്ചിട്ട് എനിക്ക് അവരുടെ അഭിപ്രായം വളരെ പ്രതിപക്ഷ ബഹുമാനമൊന്നുമില്ലാത്ത അഭിപ്രായമാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ അവരവരുടെ നിർദ്ദേശങ്ങൾ തരികയും വളരെ പൂർണ്ണമായും അഴിച്ചു പണിയേണ്ട ഒരു നോവലാണെന്നൊരു അഭിപ്രായമാണ് അവർ അന്ന് എന്നോട് സൂചിപ്പിച്ചത്. ഭാഷാപരമായ അതിൻ്റെ ഒട്ടും തന്നെ വായന സാധ്യമല്ലാത്ത അതിൻ്റെ സ്വഭാവം, അത് ഞാൻ എന്തുദ്ദേശിച്ചുവോ അതിലേക്ക് എത്തിച്ചേരുവാൻ അതിൻ്റെ രീതി തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുകയും മൊത്തത്തിൽ ഞാനത് അഴിച്ചു പണിയാൻ വേണ്ടിയിട്ട് ആ നോവൽ ഒരു 250 പേജ് DTP ഒക്കെ ചെയ്തത് മുഴുവൻ ഞാൻ വീണ്ടും മാറ്റിവെക്കുകയും ചെയ്തു. അതേസമയത്ത് വേറൊരു പരീക്ഷണം എന്ന നിലയിലാണ് പുതിയ കാലത്തെ ഈ ആയാസം ഇല്ലാതെ ഒരു കൃതിയിലൂടെ കടന്നു പോവുക എന്ന് പറയാവുന്ന ഒരു പുതിയൊരു പരീക്ഷണത്തിൽ വളരെ നല്ല നിലയിൽ വിജയിച്ച ഒരു നോവൽ കൂടിയാണ് നമ്മൾ ഉടൽ മുനമ്പ് എന്ന് പറയുന്ന നോവൽ. ഉടൽ മുനമ്പ് എന്ന നോവലിന് അതിനുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മരണം അവിടെ കാണുന്നു. ഇത് മരണം തന്നെയാണോ എന്നൊരു ചോദ്യം വരുന്നു. അതുപോലെ പരൽപ്പേര് പോലുള്ള ഗണിത സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ചില കഥാപാത്രങ്ങളുടെ ഇടപെടലുകളെ അത് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ആ അർത്ഥത്തിൽ ഗൗരവവും ആകാംക്ഷയും അതേസമയം ഭാഷാപരമായി വളരെ ലാളിത്യവും. ഞാനിത് പറയാൻ ശ്രമിച്ചത്, എനിക്ക് അതിൻ്റെ കോപ്പി തന്നിട്ട് അതിനു മുമ്പ് അദ്ദേഹം എഴുതിയ നോവൽ ഞാൻ വായിച്ച് പൂർത്തീകരിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പി തരികയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ജസ്റ്റ് അതൊന്ന് ആദ്യത്തെ പേജ് തുടങ്ങിയപ്പോൾ തന്നെ അന്ന് തന്നെ അത് മുഴുവൻ വായിച്ച് പൂർത്തീകരിക്കുക എന്നുള്ള തരത്തിൽ അത് വളരെ നമ്മൾക്ക് ആകാംക്ഷ തരുന്ന ഒരു നോവലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു കുറിപ്പ്, വളരെ പെട്ടെന്ന് തന്നെ ഒരു കുറിപ്പ് എഴുതി ഞാനൊരു ഓൺലൈൻ മാഗസിനിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത്തരത്തിൽ ഒരു പരീക്ഷണം, ആയാസമില്ലാത്ത എഴുത്തിൻ്റെ വളരെ ഗഹനവും വളരെ ആഴത്തിലുള്ള നമ്മളൊരു പ്രയോഗമുണ്ടല്ലോ, ആഴത്തിലും പരപ്പിലും എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട്. അതൊരു ആധുനികതയുടെ ഒരു പ്രയോഗം കൂടിയാണത്, ആഴത്തിലും പരപ്പിലും എന്നൊക്കെ പറയുന്നത്. അത്തരത്തിൽ അല്ലാതെ തന്നെ ഇതേ ആശയങ്ങൾ ഭാഷാപരമായ പുതിയ രൂപത്തിൽ തന്നെ ആവിഷ്കരിക്കാൻ സാധിക്കും എന്ന് പറയുന്ന പരീക്ഷണങ്ങളും മലയാള നോവലിൽ വിജയിക്കുന്നുണ്ട്. നമ്മുടെ ശിവപ്രസാദ് പിയുടെ ഉടൽ മുനമ്പ് പോലുള്ള നോവലുകൾ അത്തരത്തിൽ പ്രസക്തമായ ആ ഗണത്തിൽപ്പെട്ട കുറേ നോവലുകൾ നമ്മൾ വരുന്നു. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച റാം കെയർ ഓഫ് ആനന്ദിയെ പോലുള്ള പുതിയ ജാനറുകളുടെ രീതികൾ. ഡോക്ടർ എൽ തോമസ് ഊട്ടി അതിനെക്കുറിച്ച് പറയുന്നത് പുതിയ ഫ്ലേവറുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. എഴുത്തിൽ പുതിയ ഫ്ലേവറുകൾ കൊണ്ടുവരുന്നുള്ളതാണ്, രുചി അല്ല, മറ്റെന്തോ ഒരു സെൻസാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നത്. ഇത് നോവലിലും നമ്മൾ കവിതകളിലൊക്കെ മുമ്പ് തന്നെ അത്തരം പരീക്ഷണങ്ങൾ കാണുന്നുണ്ട്. നോവലുകളും ഈ അർത്ഥത്തിൽ പുതിയ ജനറേഷനിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ വരണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശിവപ്രസാദ് മാഷ് 2 വാക്ക് പറയാമല്ലോ, നോവലിസ്റ്റ് എന്ന നിലയിൽ തന്നെ. പുതിയ കാല നോവലുകൾ കഴിയുന്നത്ര ശ്രദ്ധയോടെ വായിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എഴുതാൻ വേണ്ടി അല്ലെങ്കിലും വായിക്കാറുണ്ട്. ഇപ്പം മനോജ് മാഷ് പറഞ്ഞ പോലെ ഉടൽ മുനമ്പിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞൊരു ശ്രമം തന്നെയാണ് നടത്തിയത്. കാരണം നമ്മൾ ഓർമ്മച്ചാവ് എഴുതിയപ്പോൾ ഓർമ്മച്ചാവ് വളരെ സ്ട്രെയിൻ എടുത്ത് എഴുതിയൊരു നോവലാണ്, കുറേ കാലം എടുത്തിട്ട് എഴുതിയൊരു നോവലാണ്. പക്ഷേ അത് വളരെ കുറച്ച് ആളുകളെ വായിച്ചുള്ളൂ.
എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു ഇപ്പോൾ നേരത്തെ മനോജ് മാഷ് രണ്ടാമത്തെ നോവലിനെ പറ്റി പറഞ്ഞ പോലെ അത് ഏതോ തരത്തിൽ കുറേ ആളുകളെ വായനയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതായിട്ട്, ആദ്യത്തെ ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് നിർത്തിയ ആളുകൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ദേഷ്യം എന്നോട് ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ട്രോമയൊക്കെ പറയുന്ന ആളുകളുണ്ട്. സാരമില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാനിപ്പോഴും. ആ നോവലും അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയല്ല, രണ്ടാമത്തെ നോവൽ അങ്ങനെ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് മനോജ് മാഷ് പറഞ്ഞ പോലെ പെട്ടെന്ന് വായിക്കണം എന്ന ആഗ്രഹത്തിൽ തന്നെ ഒരു നോവൽ ഡിസൈൻ ചെയ്തു. ഒരു വെബ് സീരീസ് ചെയ്യണം എന്നുള്ള ആലോചനയിൽ തുടങ്ങിയ കോണ്ടൻ്റാണത്. വളരെ കുറച്ച് ക്യാരക്ടറുകളെ കൊണ്ട് കുറച്ച് സാമ്പത്തിക ചിലവൊക്കെ പിന്നെ വരുന്ന രീതിയിൽ ഒരു വെബ് സീരീസ് ചെയ്യാം. ആ വെബ് സീരീസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ച് പണിപ്പെട്ട കാര്യമായതുകൊണ്ട് ആദ്യം അത് എഴുതി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നോവലിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ആ നോവൽ സാധ്യമാവുന്നത്. ചെറിയ നോവലാണ്, പെട്ടെന്ന് വായിച്ച് തീർക്കാം എന്നുള്ളത് മിക്കവാറും മനോജ് മാഷ് പറഞ്ഞൊരു അഭിപ്രായം തന്നെ. അത് വായിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒറ്റയടിക്ക് എല്ലാവരും ഒറ്റ ഇരിപ്പിനൊക്കെ വായിച്ച ആളുകളാണ്. കൂടുതൽ 2-2.5 മണിക്കൂർ മതിയാവും തോന്നുന്നു അത് വായിക്കാൻ. ഞാൻ മനോജ് മാഷ് അടുത്ത് പോകുമ്പോൾ തന്നെ മനോജ് മാഷ് എന്തോ തിരക്ക് പിടിച്ച പണിയിലായിരുന്നു ആ ദിവസം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മാഷിൻ്റെ റൂമിൽ പോയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. മാഷ് എന്തോ വലിയ എഴുത്തിലോ പ്രൂഫിലോ എന്തോ ഇരിക്കുകയായിരുന്നു. അവിടെയാണ് ഞാനിത് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ എന്നിട്ട് മാഷിനത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ചയാണെന്നാണ് ഓർമ്മ. കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും മാഷിൻ്റെ കുറിപ്പ് വന്നു. മാഷത് വായിക്കുകയും എഴുതുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ മൂന്നാമതൊരു വർക്കിലേക്ക് പോകുമ്പോഴും ഞാനിപ്പോൾ ഒരു സന്നിഗ്ധതയുണ്ട്. കാരണം നമ്മുടെ വർക്കുകൾ ഏത് വർക്കിൻ്റെ കൂടെയാണ് കണ്ണി ചേർക്കപ്പെടുക എന്നൊക്കെയുള്ളൊരു ചോദ്യം പുതിയ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. കാരണം നമ്മുടെ വർക്ക് ഒരു പുതിയ ഫ്ലേവർ എന്നൊക്കെ മാഷ് തൽക്കാലം പറഞ്ഞെങ്കിലും പുറമേ എല്ലാവരും അങ്ങനെയല്ലല്ലോ അതിനെ റീഡ് ചെയ്യുന്നത്. പുതിയ ഫ്ലേവറുകളിലല്ലല്ലോ അത് കാണുക. അത് നമ്മുടെ മുഖ്യധാരയ്ക്ക് പുറത്തുള്ള എന്തോ ആയിട്ട്, ഒരു കച്ചവട താല്പര്യമുള്ള എന്തോ ആയിട്ടാണ് പൊതുവിൽ റീഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ആവരുതെന്നും നിർബന്ധമുണ്ടായിരുന്നു ആ നോവലിന്. അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. അതങ്ങനെ എളുപ്പത്തിൽ വായിച്ചു പോകാമെന്നേ ഉള്ളൂ. എളുപ്പത്തിൽ അതിന് ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇറങ്ങിപ്പോകരുതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ചിലർ ഇറങ്ങി പോകായിരിക്കും, പൊക്കോട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കുന്നതല്ല നടക്കില്ലല്ലോ. അപ്പോൾ ഓർമ്മച്ചാവിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ വിചാരിച്ചൊന്നുമല്ലോ നടന്നത്. അപ്പോൾ അതങ്ങനെ സംഭവിക്കാം. അപ്പോൾ എന്തായാലും ഈ നോവലിനെ കുറിച്ചുള്ളൊരു ചർച്ച സന്തോഷ് മാഷിനെ പോലൊരു തുടർച്ചയായിട്ട് വായിക്കുന്ന ഒരാൾ, സന്തോഷ് മാഷിനെ വളരെ അടുത്ത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് മാഷ് ചെന്നെത്താത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. അതിപ്പോൾ നോവലിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് പല മേഖലയിൽ ജീവചരിത്രങ്ങളുടെ കാര്യങ്ങളിലായാലും മാഷ് വ്യവഹരിക്കാത്ത മേഖലകൾ വളരെ കുറവാണ്. അതിനകത്തൊക്കെയും നിരന്തരമായിട്ട് ഇടപഴകുകയും നമ്മൾ നേരിട്ട് വിളിച്ചും സംസാരിച്ചും അങ്ങനെ ബന്ധമില്ലെങ്കിലും ഫേസ്ബുക്കിലും മറ്റുമായിട്ട് സ്ഥിരമായി വായിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ള നിലയ്ക്ക് മാഷിൻ്റെ ഒരു ടോക്ക് ഇവിടെ സാധ്യമായാലും വലിയ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. അതിങ്ങനെ റെക്കോർഡഡാണ്. നമുക്ക് മാത്രമല്ല, അത് ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. വേണുഗോപാൽ പണിക്കർ സാറിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സന്തോഷ് മാഷയും ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതുകൊണ്ട് പുറമേയുള്ള കുട്ടികൾക്കും ഈ സമകാല നോവൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു സന്തോഷം കൂടെ പങ്കുവയ്ക്കുന്നു. താങ്ക് യു. അപ്പോൾ അർത്ഥത്തിൽ ഇന്ന് മലയാള നോവലും ഭാവുകത്വ സംവാദങ്ങളും എന്ന വിഷയത്തിൽ നമുക്ക് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ക്ലാസ് എടുത്തു തന്ന OK സന്തോഷ് സാറിന് എൻ്റെ പേരിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും നന്ദി പറയാണ്. ആദ്യമേ എനിക്ക് തോന്നിയ ഒരു കാര്യം, പക്ഷെ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പ്രമേയത്തിലെ ചില ഏകദാനതകളാണ്. ഈ പുതിയതായിട്ട് വരുന്ന എല്ലാ നോവലുകളാണെങ്കിലും കഥയാണെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു ഭാവത്തെ പിൻപറ്റുന്ന, പറഞ്ഞ പോലെ വയലൻസ് എന്നുള്ളൊരു കാര്യം സിനിമയിലും നമ്മൾ ആരോപിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് നല്ല മാർക്കറ്റുള്ളൊരു സമയമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സിനിമ അത് കൊണ്ടുവന്നു. അതുതന്നെ നോവലും പിൻപറ്റുന്നൊരു രീതി. ഇപ്പോൾ പുറത്ത് ഞാൻ 1-2 ലേഖനങ്ങൾ വായിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീവിരുദ്ധമാണെങ്കിലും അവർ പറയുന്ന ഒരു നിരീക്ഷണം, സ്ത്രീകൾക്ക് വളരെ താല്പര്യമുള്ള ഒരു ജോണറാണ് ഈ വയലൻസ് അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ എന്നുള്ളത് പുറത്തുള്ളൊരു പഠനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും അധികം പണ്ട് കാലങ്ങളിലൊക്കെ പോപ്പുലർ ഫിക്ഷനായിട്ട് വന്നിട്ടുള്ളത് ഈ വയലൻസിന് പ്രാധാന്യമുള്ള ആഖ്യാനങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ മനോരമയും അല്ലെങ്കിൽ ആ കാലത്ത് ഒരു ലിഷർ ടൈമിൽ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിരുന്ന
ചില പിന്നെ ആഖ്യാന രൂപത്തെ വേറൊരു തരത്തിൽ എല്ലാവരെയും കൂടി ജനപ്രിയ അല്ലെങ്കിൽ ജനസാമാന്യത്തിനു കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ള തരത്തിലും കൂടി പുതിയ മാറ്റത്തെ കാണണം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങളല്ല പറയുന്നത്, പക്ഷേ ഈ മുഖ്യധാര അല്ലെങ്കിൽ വേറൊന്ന് എന്നുള്ള ഒരു മാറ്റം ഇല്ലാതായി അതിൻ്റെ ഒരു കൂടിക്കൊഴിഞ്ഞൊരവസ്ഥ ഉണ്ടായി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഭാവുകത്വ വ്യതിയാനമായിട്ട് കാണുകയാണ്. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജീവിത സാഹചര്യം മാറുന്നതിൻ്റെ ഒരു അവസ്ഥ സിനിമകളിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. റീൽസിൻ്റെ ഒരു സ്വഭാവം, അത് ഇപ്പോൾ നമ്മൾ റീൽസിനെ തന്നെയാണ് ഇതിനെ ഇപ്പോൾ അവൈലബിലിറ്റി എന്നുള്ളൊരു കാര്യം ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റീൽസുകളാണ്. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു സാമൂഹ്യാന്തരീക്ഷത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് അതിൻ്റെ വിതരണവും അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ പിന്നെ കെട്ടിച്ചമയ്ക്കലും എല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണണം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രമേയമോ അല്ലെങ്കിൽ രൂപഘടനയോ മാത്രമല്ല, സംസ്കാരത്തിലേക്ക് കൂടി അതിൻ്റെ എല്ലാ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളും വികസിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത് തന്നെയാണ് ഈ ഒരു വിഷയം എന്നുള്ളത്. നോവൽ മാത്രമല്ല, കഥകളായിക്കോട്ടെ, എല്ലാം പുതിയ എല്ലാ ആഖ്യാന രൂപങ്ങളും ആ അർത്ഥത്തിൽ വളരെയധികം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനേക്കാളേറെ നമ്മൾ സ്ഥിരം ശ്രദ്ധിക്കാറുള്ള നോവലുകളിനപ്പുറത്തേക്ക് ഒരു പക്ഷേ അരികുവൽക്കരിക്കപ്പെട്ട കുറേ നോവലിസ്റ്റുകളെയും അവരുടെ എഴുത്തുകളെയും അതിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ ചരിത്രപരതയെയും ഒക്കെ മാഷ് പരാമർശിച്ചു. അത് പുതിയൊരു അറിവായിരിക്കും നോവൽ പഠിതാക്കൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. അർത്ഥത്തിൽ എല്ലാ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഇരുന്ന സശ്രദ്ധം വീക്ഷിച്ച എല്ലാ ഗവേഷക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. താങ്ക് യു.